മലയാളി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശബ്ദമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റുപോലും അമർന്നുപോകുന്ന ശബ്ദം. കുറുമ്പാവിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. കാൽവരിയിൽ നിന്നും മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്കായി മുഴങ്ങിയ കാൽവരി നാദം. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൽവരിനാഥം മിനിസ്ട്രിയുടെ പാടിസ്തുതിക്കാം എന്ന പ്രോഗ്രാമിന്റെ 139ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹാവന്ദനം. പലയിടത്തും കാലാവസ്ഥ പ്രതികൂലങ്ങളാണ് എങ്കിൽ പോലും നമുക്കൊരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രിയായിരുന്നുകൊണ്ട് അനുഗ്രഹീതമായ ജീവിത അനുഭവങ്ങളും ദൈവികമായ സന്ദേശങ്ങളും അതുപോലെ തന്നെ അനുഗ്രഹീതമായ ഗാനങ്ങളും കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം ഇന്ന് രാത്രി നമുക്ക് നൽകിയ ഈ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവം നമ്മുടെ അടുക്കലുണ്ട്. നമ്മുടെ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും തുറന്ന് നമുക്ക് വേണ്ടുന്ന വചനം നമ്മോട് അറിയിച്ച് നമ്മോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവമാകിയാൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രിയിൽ ഇതൊരാത്മീയ ശുശ്രൂഷയാണ്. ആയതിനാൽ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, അവിടുത്തെ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സകലതിന്മേൽ അവിടുന്ന് പ്രദർശിപ്പിക്കുന്ന അവിടുത്തെ മഹത്വത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ കഴിവുകൾക്കും അവിടുത്തെ ഉദ്ദേശങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ മിനിസ്ട്രിയിലൂടെ അനേകരുടെ ജീവിതങ്ങളെ സ്പർശിക്കുവാൻ അവിടുന്ന് പ്രസാദിച്ചു. അതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ ദാസന്റെ ജീവിതാനുഭവങ്ങളിലൂടെ അങ്ങ് നൽകിയിരിക്കുന്ന വചനത്തിലൂടെ അനേകരോട് വചനം സ്പർശിക്കുവാൻ ഹൃദയങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ നാഥ അവിടുന്ന് കൃപ ചെയ്യണമേ. ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് ശക്തമായ നിലയിൽ തന്റെ ജീവിതാനുഭവങ്ങളും വചനവും അറിയിപ്പാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തണം. കർത്താവെ, അവിടുത്തെ ശബ്ദം ഞങ്ങൾ കേൾക്കുവാൻ ഇടയാകണം. സ്തോത്രം. അത് കേൾക്കുന്ന എല്ലാവർക്കും അത് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം. സ്തോത്രം. അതുപോലെ ഗാനങ്ങൾ ആലപിക്കുന്ന കർത്താവിന്റെ ദാസനായിട്ട് സ്തോത്രം. അതിന് പിന്നണിയിൽ പ്രവർത്തിക്കുന്ന പ്രിയ ദാസനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ ഞങ്ങൾ ആയിരിക്കട്ടെ. കർത്താവെ, വളരെ സ്വരമാധുരിയോടെ, വളരെ ദൈവനാമ മഹത്വത്തിന് നിദാനമായി തന്നെ കൃപയോടുകൂടെ ഇന്ന് ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണം. അനേകർ ഇന്ന് രാത്രി പങ്കെടുക്കുവാൻ ഇടയാകണം. കാലാവസ്ഥയും ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണം. പ്രാർത്ഥനയോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. ഒരു തടസ്സങ്ങളും ഉണ്ടാകാതെ കർത്താവ് സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ഓർപ്പിച്ചതുപോലെ 139 എപ്പിസോഡുകൾ, അനേക ജീവിത അനുഭവങ്ങൾ, അനേക ജീവിതത്തിലെ അത്ഭുതങ്ങൾ, എക്സ്പീരിയൻസുകൾ, അനേക ദൈവിക വചനങ്ങൾ, അതിലൂടെ എല്ലാം കഴിഞ്ഞ നാളുകളിൽ നാം നടന്നു പോവുകയായിരുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ദിവ്യദാസന്മാർ, മിഷൻ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ, അവരുടെ ജീവിത അനുഭവങ്ങൾ നാം കേൾക്കുമ്പോൾ കഴിഞ്ഞ സമയത്ത് നാം കേട്ടതുപോലെ തന്നെ ഒരു വലിയ എഡിഫിക്കേഷൻ നമുക്കുണ്ടാകേണ്ടത് ആവശ്യമായിരിക്കും. നമ്മുടെ കർത്തവ്യങ്ങളും നമ്മുടെ കടമകളും നാം ചെയ്യുന്നതും ചെയ്യാൻ കഴിയാതെ പോയതും നാം സമയം വേസ്റ്റ് ചെയ്യുന്നതുമെല്ലാം നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരികയും കൂടുതൽ കർത്താവിനോട് പ്രവർത്തിപ്പാൻ ഇടയാകുകയും ചെയ്യേണ്ടത് ഈ സാക്ഷ്യവാചകങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു വസ്തു തന്നെയാണ്. ഇന്ന് രാത്രിയിലും വളരെ പ്രാർത്ഥനയോടെ ഞങ്ങൾ ആഗ്രഹിക്കുകയും ക്ഷണിക്കുകയും ചെയ്തതുപോലെ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ജോബി ജോൺ ആസാം, കർത്താവിന്റെ ദാസൻ നമ്മോടുകൂടെയുണ്ട്. എന്നിൽ നിന്നും അനുഗ്രഹീതമായ തന്റെ ജീവിത സാക്ഷ്യങ്ങളും തന്റെ ജീവിത അനുഭവങ്ങളും നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ പ്രവർത്തന മേഖലയെക്കുറിച്ചും തന്റെ ജീവിതത്തെക്കുറിച്ചും അവിടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും നമുക്ക് കേൾക്കാനുള്ള ഒരു അവസരമാണ്. അതുപോലെ തന്നെ രാത്രി ദൈവം നമുക്ക് തരുന്ന വചനം അത് കേൾക്കുവാൻ നമുക്ക് താല്പര്യമുണ്ട്. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചു, ജീവിത അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ അത് പറഞ്ഞു തീർക്കാനായിട്ട് കഴിയില്ല, അതുപോലെയുണ്ട്. എങ്കിലും ചുരുക്കമായിട്ടെങ്കിലും നമുക്ക് കേൾക്കാം. കർത്താവിന്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും പ്രാർത്ഥനയോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ മിനിസ്ട്രിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഗാനങ്ങൾ ആലപിക്കുന്നത് പ്രിയ സഹോദരൻ ബ്രദർ ജെയിംസ് കൊടുന്തറ അവറുകളാണ്. പ്രിയ ബിന്നിച്ചാനും അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെയും ഈ ശുശ്രൂഷയിലേക്ക് അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിപ്പാൻ പ്രാർത്ഥനയോട് ക്ഷണിക്കുന്നു. 2 ഗാനങ്ങൾ നമുക്ക് കേട്ടിട്ട് മടങ്ങി വരാം. അതിന്റെ ആലാപനത്തിനും അതിന്റെ നറേഷനുമായി കർത്താവിന്റെ ദാസൻ
ജെയിംസ് കൊടുന്തറച്ചൻ ടീമിനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഇപ്രകാരം ഈ മിനിസ്ട്രിയുടെ സൂം പ്രോഗ്രാമിൽ ഇപ്രകാരം ഗാനങ്ങൾ ആലപിപ്പാനായിട്ട് കർത്താവ് സഹായിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാൽവറി നാഥം മിനിസ്ട്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയ റോയ് ചായൻ തിരുവനന്തപുരം, അതുപോലെ തന്നെ സന്തോഷ് കൊട്ടാരക്കര, അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ഫിന്നി ബ്രദർ, അങ്ങനെ മറ്റ് അനേക സഹോദരന്മാർ അവരോടുകൂടി പ്രവർത്തിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കേരളത്തിലും തിരുവനന്തപുരത്തും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും പ്രിയ ദൈവദാസന്മാർ ചെയ്യുന്ന ശുശ്രൂഷകളെ കുറിച്ച് അറിയുവാനായിട്ട് കർത്താവ് സഹായിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി കരയറ്റുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ കാൽവറി നാഥം മിനിസ്ട്രിയെക്കുറിച്ച് ഒരു വാക്ക് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുമുള്ള യുവ സുവിശേഷകന്മാരെ തിരഞ്ഞു പിടിച്ച് അവരെ നമുക്ക് മുമ്പിലേക്ക് എത്തിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവർ കാണിക്കുന്ന ആ ഒരു ദൗത്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്ന യുവ ദൈവദാസന്മാർ, അവരുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് എങ്ങനെ മൗനമായിട്ടിരിക്കുവാനായിട്ട് സാധിക്കും? നമുക്ക് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങൾ നമ്മളത് ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുമ്പോൾ എത്രയോ ദൈവദാസന്മാർ കഷ്ടതയിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ, പട്ടിണിയിൽ കൂടെ, മറ്റനേക പ്രതികൂലങ്ങളിൽ കൂടെ അവർ സുവിശേഷ വേലകൾ ചെയ്യുമ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനെങ്കിലും നമ്മൾ മനസ്സ് കാണിക്കണം എന്നുള്ളത് ഞാൻ ഈ സമയത്തെ ഓർക്കുകയും പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുകയും ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നമുക്ക് നൽകി തന്നു. എത്രയോ ആയിരങ്ങൾ ഈ ലോകത്തു നിന്ന് മരണം വഴിയായിട്ടൊക്കെയും മാറ്റപ്പെട്ടപ്പോൾ അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങളെ കർത്താവെ അങ്ങ് പാലിച്ചല്ലോ, കാത്ത് സൂക്ഷിച്ചല്ലോ എന്ന് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെന്ന് നമുക്ക് പറയാം. പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യം നാം കേൾക്കുമ്പോൾ, പ്രവർത്തനത്തെക്കുറിച്ചൊക്കെയും നാം കേൾക്കുമ്പോൾ, അവരവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവരെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ കർത്താവ് എന്നെ വീഴാതെ എന്നെ കാത്തു, എന്നെ താഴാതെ എൻ്റെ കരം പിടിച്ച് എന്നെ വഴി നടത്തി, ഏഴയാമാകുന്ന എന്നെ കാത്തുപാലിച്ച അങ്ങയുടെ സ്നേഹം എത്രയോ വലുതാണ്. അവർ സാക്ഷ്യം പറയുമ്പോൾ അവരുടെ സാക്ഷ്യത്തിൻ്റെ അവസാന വാക്കുകൾ അത് തന്നെയാണ്. കുപ്പയിൽ നിന്ന് എന്നെ ഉയർത്തിയ തൻ്റെ സന്നിധിയിൽ ഒപ്പമിരുത്തിയ കർത്താവെ, അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഇതാണ് അവരും പറയുന്നത്. അവരോട് ചേർന്ന് നമുക്കും പറയാം. MJ പത്രോസ് ദേവദാസൻ എന്ന ദേവദാസൻ അദ്ദേഹം എഴുതിയ ഒരു ഗാനത്തിൻ്റെ രണ്ടടികൾ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എത്രയോ നല്ലവൻ യേശു, എത്ര ദയാപരനെന്നും, ഇത്രത്തോളം ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും പോരാ. എത്രയോ നല്ലവനേശു, എത്ര ദയാപരനെന്നും, ഇത്രത്തോളം ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും പോരാ. ഇത്രത്തോളം ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും പോരാ. വീഴാതെ എന്നെയും കാത്തു, താഴാതെ എന്നെ പിടിച്ചു, ഏഴയാം എന്നെയും കാത്തു പാലിച്ചത സ്നേഹം ഞാൻ ഓർത്തു പാടും. ഏഴയാം എന്നെയും കാത്തു പാലിച്ചത സ്നേഹം ഞാൻ ഓർത്തു പാടും.
ജീവൻ കൂടെ. അപ്പാ നിൻ സ്നേഹത്തെ എപ്പോഴും ഓർത്തു ഞാൻ തൃപ്പാദം കുമ്പിടുന്നേ. അപ്പാ നിൻ സ്നേഹത്തെ എപ്പോഴും ഓർത്തു ഞാൻ തൃപ്പാദം കുമ്പിടുന്നേ. എന്നു ഞാൻ വന്നങ്ങു ചേരും, അന്നെൻ്റെ ഖിന്നത തീരും. അന്നാളിൽ പ്രിയന്റെ പൊന്മുഖം കണ്ടിടും, എന്നും ഞാൻ ആരാധിക്കും. അന്നാളിൽ പ്രിയന്റെ പൊന്മുഖം കണ്ടിടും, എന്നും ഞാൻ ആരാധിക്കും. എത്രയോ നല്ലവനീശു, എത്ര ദയാപരനെന്നും. ഇത്രത്തോളം ചെയ്ത നന്മകളോർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും പോരാ. ഇത്രത്തോളം ചെയ്ത നന്മകളോർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും പോരാ. ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, എൻ്റെ ജീവിതത്തിൽ നേരിടുന്ന പരീക്ഷകളൊക്കെയും അത് പരിഹരിക്കുവാനായിട്ട് എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. ഒരിക്കലും ഞാൻ എന്തുകൊണ്ടാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള പരീക്ഷകൾ നേരിടുന്നത് എന്ന് ഒരിക്കലും ചോദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനായിട്ടല്ല വീഴുന്നത്, ഞാൻ വീഴുന്നത് എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലാണ്. ഘോരമായ ശോധനകളുടെ ആഴങ്ങളിൽ കൂടെ ഞാൻ കടക്കുമ്പോൾ എന്നെ നടത്തുന്നത്, എൻ്റെ കരം പിടിച്ച് നടത്തുന്നത് എൻ്റെ കർത്താവാണ്. എനിക്കായിട്ട് കരുതുന്ന, എൻ്റെ ഭാരങ്ങളെ വഹിക്കുന്ന, എന്നെ കൈവിടാത്ത ഒരു യേശു എന്നോടൊപ്പമുണ്ട്. ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങൾ നാം കേൾക്കുമ്പോഴും അത് തന്നെയാണ് അവർ പറയുന്നത്. പ്രതികൂലങ്ങളുടെ നടുവിൽ എന്നെ കരം പിടിച്ച് നടത്തിയ ഒരു കർത്താവ്, ഞാൻ പട്ടുപോകും എന്ന് ഞാൻ എൻ്റെ മുൻപിൽ മരണം കണ്ടപ്പോൾ എന്നെ അതിൽ നിന്ന് വിടുവിച്ച ഒരു കർത്താവ്. ഇത് തന്നെയാണ് നമുക്കും ആ ദൈവദാസന്മാരോട് ചേർന്ന് പറയുവാനും പാടുവാനുമായിട്ടുള്ളത്. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, എന്നെ യേശു എൻ്റെ കൂടെയുണ്ട്. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലും
വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതു തീയിലല്ല, എന്നേശു കരങ്ങളില. വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളില. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, നടത്തുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളില. നടത്തുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളില. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആ ഗാനങ്ങളിലൂടെ നാം കടന്നു പോവുകയായിരുന്നു. എന്തിനാണ് കഷ്ടതകൾ, എന്തിനാണ് പരിശോധനകൾ എന്ന് ചോദിക്കുവാൻ നമുക്ക് അനുവാദമില്ല. ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായിട്ട് മാത്രമാണ്. ഒരുപക്ഷെ അത് പ്രാരംഭമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ക്രമേണ നാം മനസ്സിലാക്കും. ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന എല്ലാ അനുഭവങ്ങളും നന്മയ്ക്കായിട്ടാണ്. ദൈവത്തിന്റെ സ്തോത്രം. അനുഗ്രഹീതമായ ആ 2 ഗാനങ്ങൾ ആലപിച്ച പ്രിയ ദൈവദാസനോടും പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള സമയം കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ജോബി ജോൺ ആസാമിൽ നിന്ന് തന്റെ ജീവിത അനുഭവങ്ങളും ഒരു ചെറിയ സന്ദേശവും കേൾക്കാനുള്ള ഒരു അവസരമാണ്. കർത്താവിന്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും ആദരവോടും പ്രാർത്ഥനയോടും കൂടെ ഈ സമയം ചെലവഴിക്കാനായിട്ട് സ്നേഹത്തോടെ ക്ഷണിക്കും. താങ്ക് യു ബ്രദർ.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ നന്ദിയുള്ള ഹൃദയത്തോടു കൂടിയാണ് ഇന്ന് ഈ വൈകുന്നേര സമയം നിങ്ങളുടെയൊക്കെ മുമ്പിലായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന വലിയവനായ ദൈവത്തിന് എല്ലാ മഹത്വവും പ്രശംസയും ആ ദൈവത്തിന് അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കാൽവരിനാഥം മിനിസ്ട്രി പാടി സ്തുതിക്കാം എന്ന ഈ പ്രോഗ്രാമിലൂടെ അടിയൻ ഇങ്ങനെ ദൈവജനത്തിന്റെ മുമ്പാകെ അനുഭവ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം അവസരം ഒരുക്കി തന്ന ദേവദാസന്മാർക്ക്, പ്രത്യേകിച്ച് സന്തോഷ് ബ്രദറിനും മാമനങ്കളിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായും കുടുംബത്തിൻ്റെയും ഇവിടെയുള്ള സഭകളുടെയും ദേവദാസന്മാരുടെയും ദൈവമക്കളുടെയും പേരിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ദേവദാസൻ സന്തോഷ് പറഞ്ഞതുപോലെ ഏകദേശം 139ഓളം ദൈവദാസന്മാരെ വ്യത്യസ്തമായ നിലകളിൽ ദൈവജനത്തിന് മുമ്പാകെ പരിചയപ്പെടുത്തുവാൻ ദൈവദാസന്മാർക്ക് ദൈവം കൃപ തന്നു. പ്രത്യേകിച്ച് അങ്ങനെ ആരും അറിയപ്പെടാത്ത, ജെയിംസ് ചായൻ പറഞ്ഞതുപോലെ ആരും അറിയപ്പെടാത്ത അനേക യുവാക്കന്മാരെ, അനേക ദൈവദാസന്മാരെ, അവരുടെ കഴിവുകളെ, അവരുടെ അനുഭവങ്ങളെ ദൈവജനത്തിന് മുമ്പാകെ പരിചയപ്പെടുത്തുവാൻ ഇങ്ങനെയൊരു മിനിസ്ട്രിയിലൂടെ ദൈവം അവരെ ഉപയോഗിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് അടിയനെ പോലെയുള്ള ഒരുപാട് ദൈവമക്കൾക്ക് അനേക ദൈവജനത്തിന്റെ പ്രാർത്ഥന ലഭിക്കാനുള്ള ഒരു കാരണമായി തീർന്നു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടങ്ങളിന് ശേഷം അതിനു മുമ്പ് അറിയപ്പെടാതിരുന്ന, ആരും അറിയുക പോലും ചെയ്യാതിരുന്ന അനേകർക്ക് കാൽവരിനാഥം മിനിസ്ട്രി മാത്രമല്ല മറ്റ് പല മിനിസ്ട്രിയിലൂടെ അനേക ദൈവമക്കൾക്ക് അവരെ ദൈവജനത്തെ പരിചയപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ഇങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ ദൈവം ദൈവജനത്തിന് ഒരുക്കി കൊടുത്തു. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ദൈവത്തിന്. പ്രത്യേകിച്ച് അനുഭവ കുറിപ്പുകൾ എന്നാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ പേര് തന്നെ. കഴിഞ്ഞ 25 വർഷങ്ങളായി ഞാൻ കേരളം വിട്ടിട്ട്, കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ കേരളം വിട്ടിട്ട് കഴിഞ്ഞ 25 വർഷമായി. 23 വർഷക്കാലം കർത്താവിന്റെ വേലയിലായിരുന്നു. ആ അനുഭവങ്ങളൊക്കെ സന്തോഷ് ബ്രദർ പറഞ്ഞതുപോലെ പറയാൻ 50 മിനിറ്റോ 2 മണിക്കൂർ ഒന്നും പോരാ. ഒരുപാട് അനുഭവങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഒരുപാട് അനുഭവത്തിൽ കൂടെ കടന്നു വിട്ടിട്ടുണ്ട്. അതൊന്നും വേദനയുടെ അനുഭവങ്ങളല്ല. നമ്മൾ പാട്ടിൽ കേട്ടതുപോലെ ദൈവത്തോട് എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ യാതൊരുവിധ അധികാരവുമുള്ള ഒരു സാഹചര്യമുള്ള അവസ്ഥകളല്ല. എല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയുള്ള അനുഭവങ്ങൾ മാത്രമാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ദൈവം ചെയ്ത നന്മകൾ അതെത്ര വലിയതാണെന്നോർത്ത് ആ ദൈവത്തിന് നന്ദി പറയാനല്ലാതെ ഒന്നും സാധിക്കുകയില്ല. ഞാൻ എല്ലാ നന്ദിയും മഹത്വവും ഞാൻ ദൈവത്തിന് അർപ്പിക്കുകയാണ്. ലഭിച്ച സമയം നഷ്ടപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് നമ്മുടെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയിലേക്ക് അടക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് നിങ്ങളെല്ലാം പറഞ്ഞത് അറിയുന്നത് പോലെ ജോബി ജോൺ എന്നാണ്. എൻ്റെ ഭാര്യ സിനി എന്നാണ് ഭാര്യയുടെ പേര്. വൈഫ് കണ്ണൂർ ജില്ലയിൽ കുടിയാൻമല എന്ന പ്രദേശത്ത് നിന്നാണ്. കുടിയാൻമല സഭാംഗമാണ്. 2002 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. ആ സഭയോടുള്ള ബന്ധത്തിൽ കാത്തലിക് പശ്ചാത്തലത്തിൽ നിന്നും മുമ്പോട്ട് വന്ന് അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാരായ ജോൺ കുര്യൻ അങ്കിൾ, തോട്ടപ്പള്ളി കുഞ്ഞുമോൻ തോട്ടപ്പള്ളി അങ്കിൾ, പൗലോസ് തുടിയച്ചായൻ, CT ജോൺ കുട്ടിച്ചായൻ, അങ്ങനെ അനേക ദൈവദാസന്മാരുടെ ശിക്ഷണത്തിൽ അവരുടെ ആത്മീക നേതൃത്വത്തിൽ വളരുവാനുള്ള കൃപ എൻ്റെ ഭാര്യയ്ക്ക് ലഭിച്ചു. മാത്രമല്ല സോദരി ഭവനിലും കുന്നംകുളം ബൈബിൾ സ്കൂളിലൊക്കെ പഠിക്കുവാനും ഒക്കെ ദൈവം തന്നെ ഇടയാക്കി. അദ്ദേഹമാണ് ഇന്ന് എൻ്റെ ഭാര്യയായിട്ട് കഴിഞ്ഞ 22ഓളം വർഷങ്ങളായി ഇന്ന് എന്നോട് കൂടെ കർത്താവിന്റെ വേലയിലൂടെ ആയിരിക്കുന്നത്. വൈഫിന് മാതാവും പിതാവുമുണ്ട്, ഒരു സഹോദരനുണ്ട്. ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം ആ സഹോദരനെ ഞങ്ങളോടൊപ്പം ആസാമിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തെ കർത്താവിന്റെ വേലയ്ക്ക് പ്രോത്സാഹിപ്പിക്കാനും ദൈവം ഞങ്ങളെ ഇടയാക്കി. ഇന്ന് അരുണാചൽ പ്രദേശിൽ ഇറ്റാനഗർ എന്ന സ്ഥലത്ത് അദ്ദേഹം കുടുംബമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. സന്തോഷ് കെ ജോസ് എന്നാണ് പേര്.
ഇതാണ് ഭാര്യയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നീട് ഞങ്ങൾക്ക് 2 മക്കളെയാണ് ദൈവം തന്നിട്ടുള്ളത്. മകൻ ലായൻ ഇന്ന് നമ്മുടെ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. താന് ബാംഗ്ലൂരിൽ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അവിടെ ഭൈരതി ക്രിസ്ത്യൻ അസംബ്ലിയിൽ കർത്താവിനെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പോകുന്നു. ഒരു മകളുണ്ട്. മകള് 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലോയ്സ് എന്നാണ് പേര്. ലോയ്സ് ഞങ്ങളോടൊപ്പമായിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പ്രാരംഭമായിട്ട് പറയാനായിട്ടുള്ളത്. ദൈവം കഴിഞ്ഞ എത്രത്തോളം വർഷങ്ങളായി വളരെ അത്ഭുതകരമായി ഉപയോഗിക്കുന്നു. ദൈവത്തിന്റെ കരുണ എന്നല്ലാതെ ഒന്നും പറയാനായിട്ടില്ല. ദാവീദ് പറഞ്ഞതുപോലെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു യോഗ്യത പോലും പറയാനായിട്ടില്ല. അത്ര വലിയ നന്മകളാണ് ദൈവം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. വിളിച്ചു, വിശ്വസനെണ്ണി കഴിഞ്ഞ അനേക വർഷങ്ങളായി കർത്താവിന്റെ വേലയിൽ വളരെ അത്ഭുതകരമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയറ്റുന്നു. പ്രത്യേകിച്ച് എൻ്റെ ജന്മനാടിനെ കുറിച്ചും എൻ്റെ ബാല്യകാലത്തെക്കുറിച്ചൊക്കെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ, കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരെ കോഴിക്കോട് ജില്ലയുടെയും വയനാട് ജില്ലയുടെയും അതിർത്തി പ്രദേശമായ മുതുകാട് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിലാണ് ഒരു കത്തോലിക്ക കുടുംബത്തിൽ 4 മക്കളിൽ 4ാമനായി ജനിക്കാനായിട്ടൊരു ഭാഗ്യം എനിക്ക് തന്നു. മാതാപിതാക്കൾ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 1960 കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് വന്ന് മലമ്പ്രദേശങ്ങളിൽ സ്ഥലം വാങ്ങി കഷ്ടപ്പെട്ട് കാടിനോടും മാനയോടും എല്ലാം മല്ലുപിടിച്ച് വളരെ കഷ്ടപ്പെട്ട് ആണ് വളർന്നു വന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ അവര് വളരെ കഷ്ടപ്പെട്ട് ടാപ്പിംഗ് ജോലിയൊക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ആ മലമ്പ്രദേശത്ത് ആണ് ഞങ്ങൾ 4 മക്കളെ ദൈവകൃപയിൽ വളർത്താനായിട്ടൊക്കെ ഇടയായി തീർന്നു. 4 മക്കളെയും പഠിപ്പിച്ചു. എനിക്ക് മൂത്തൊരു ജ്യേഷ്ഠനുണ്ട്. അദ്ദേഹമാണ് ആദ്യം ഞങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനായിട്ട് ഇടയായി തീർന്നത്. അതിനുശേഷം എൻ്റെ 2 സഹോദരങ്ങൾ, പിന്നെ മാതാവ്, പിതാവ്, പിന്നെ അടിയൻ ഞങ്ങൾ അങ്ങനെ 4 പേരും കുടുംബമായി എന്ന വിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് എൻ്റെ മൂത്ത ജ്യേഷ്ഠനും കുടുംബവും അവർ ടീച്ചേഴ്സാണ്. അവർ ആന്ധ്രാപ്രദേശിൽ ടീച്ചിങ് ജോലിയൊക്കെ ആയിട്ട് അവർ കുടുംബമായിട്ട് അവിടെ ആയിരിക്കുന്നു. മൂത്ത സഹോദരിയെ വിവാഹം കഴിച്ചു വിട്ടത് പത്തനംതിട്ട ജില്ലയിൽ റാന്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവരും കുടുംബമായി കർത്താവിനെ ആരാധിച്ച് വളരെ സന്തോഷത്തോടെ അവിടെ ആയിരിക്കുന്നു. ഇളയ സഹോദരി ജോയ് സ്റ്റാൻലി ജോൺ പളനി, അവർ തമിഴ്നാട്ടിൽ പളനി എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ മഹത്വമുള്ള വേലയിലായിരിക്കുന്നു. അപ്പം ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് എത്രയാണ് പറയാനായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷയിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ 91-92 കാലഘട്ടങ്ങളിൽ എൻ്റെ ജ്യേഷ്ഠൻ ഡൽഹിയിൽ ജോലിയോടുള്ള ബന്ധത്തിൽ കടന്നു പോകാനും അവിടെ വെച്ച് ഞങ്ങളുടെയൊക്കെ ആത്മീയ പിതാവായ PM മാത്യു മൈക്കാവ് എന്ന് പറയുന്ന ദേവദാസൻ മുഖാന്തരം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ ഇടയായി തീർന്നു. അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹത്തോടാണ് ഞങ്ങളെക്കുറിച്ച് പറയുകയും ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരണമെന്ന് പറയുകയും പറഞ്ഞു. അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ മാതുച്ചായൻ ഞങ്ങളുടെ ഭവനത്തിൽ ആദ്യമായിട്ട് കടന്നു വന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ അദ്ദേഹത്തെ കൈക്കൊണ്ടു. പ്രത്യേകിച്ച് ജ്യേഷ്ഠൻ പറഞ്ഞു വിട്ടതായതുകൊണ്ട് വളരെ താല്പര്യത്തോടെ ചാച്ചനും അമ്മയും അദ്ദേഹത്തെ കൈക്കൊള്ളുന്നതും അവരെ ശുശ്രൂഷിക്കുന്നതൊക്കെ ഞാൻ ഇന്നും വളരെ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു, എങ്കിലും അതൊക്കെ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പല പ്രാവശ്യം വരാനായിട്ട് തുടങ്ങി. അതിനുശേഷം ആലുവറിലെ TJ ജോസഫ് അങ്കിൾ അങ്ങനെ ഒരു ടീമൊക്കെയായി ഒരു പ്രാവശ്യം മുതുകാട് എന്ന പ്രദേശത്ത് കടന്നു വന്ന് അവിടെ സുവിശേഷം പബ്ലിക്കായിട്ട് സുവിശേഷം അറിയിക്കുകയൊക്കെ ചെയ്തു. ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് കുടുംബത്തിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ചാച്ചനും അമ്മയ്ക്കൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ജ്യേഷ്ഠനും അതിനുശേഷം സഹോദരിമാരൊക്കെ ആ ഒരു വിശ്വാസം സ്വീകരിച്ചതുകൊണ്ട് അദ്ദേഹത്തെ കൈക്കൊള്ളുവാനായിട്ട് ഇടയായി തീർന്നു. ദേവദാസൻ ഇവിടെ മുതുകാട് ഒരു വീടെല്ലാം വാടകയ്ക്ക് എടുത്ത് അവിടെ താമസം തുടങ്ങി. അദ്ദേഹത്തോട് കൂടെ പോകുവാനും വഴി കാണിച്ചു കൊടുക്കുവാനും കൂട്ടുകിടക്കാൻ പോകാനും തന്നെ ശുശ്രൂഷിക്കാനൊക്കെ ഞാൻ രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും അദ്ദേഹത്തെ അങ്ങനെ ബഹുമാനിക്കാൻ, അങ്ങനെ ശുശ്രൂഷിക്കാൻ ഒരു സൗഭാഗ്യം അന്ന് എനിക്ക് ലഭിച്ചു എന്നുള്ളത് ഞാൻ വളരെ നന്ദിയോടെ ഇന്ന് ഓർക്കുകയാണ്. അതിനുശേഷം ഏകദേശം 96-ലാണ് ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനായിട്ട് ഇടയായി തീർന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ട ആ സമയം എന്ന് പറയുന്നത്
ജൂൺ മാസം 5-ാം തീയതിയാണ് ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. എന്നെ രക്ഷയിലേക്ക് നടത്തുവാൻ പി മാത്തിച്ചായന്റെ കൂടെ ഇന്ന് കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന കെ കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു ദേവദാസൻ, അങ്ങനെ അനേകർ, പ്രത്യേകിച്ച് ജോർജ് കുട്ടിച്ചായൻ, അങ്ങനെ അനേകർ എന്നെ വിശ്വാസത്തിൽ വളർത്തുവാനായിട്ട് ഒരുപാട് പ്രയത്നിക്കുകയും ദൈവം അവരെ ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ നന്ദിയോടെ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ ജ്യേഷ്ഠനായാലും രണ്ട് സഹോദരിമാരായാലും അവര് വിദ്യാഭ്യാസമൊക്കെ നന്നായിട്ട് ചെയ്തു. അതിനുശേഷം അവർ ജോലിയോടുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളിലേക്ക് പോയി. ഞാൻ മാതാവിനോടും പിതാവിനോടും കൂടെ എൻ്റെ 20-ാം വയസ്സ് വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ മക്കളെല്ലാം മറ്റ് പല ഭാഗങ്ങളിലാണ്. മാതാവും പിതാവും തനിച്ചാണ് വീട്ടിലുള്ളതെങ്കിലും ഇന്ന് അവിടെ ഒരു ദേവദാസനെയും കുടുംബത്തെയും സഭയെയും ഇർട്ടിസാം എന്ന് പറയുന്ന ദേവദാസനെയും കുടുംബത്തെയും കർത്താവ് അവിടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമേകുന്ന കാര്യമാണ്. ആ കാലഘട്ടങ്ങളിൽ ഈ ഒരു രക്ഷയിലേക്ക് കടന്നു വന്ന ഈ കാലഘട്ടങ്ങളിൽ രക്ഷിക്കപ്പെട്ട് ജൂൺ 5-ാം തീയതിയാണ്. ജൂലൈ 15-ാം തീയതി കർത്താവ് ജലത്തിൽ പി മാത്തിച്ചാനിലൂടെ ജലത്തിൽ സാക്ഷീകരിച്ചു. അതിനുശേഷം എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്ന, പ്രത്യേകിച്ച് മുതുകാട് എന്ന് പറയുന്ന ഒരു പ്രദേശം വയനാട് ജില്ലയുടെ അതിർത്തി പ്രദേശമാണ്. കാടാണ്, വളരെ പാപം പങ്കിലമായ ഒരു പ്രദേശമാണ്. ഒരു നന്മ പോലും ആ പ്രദേശത്ത് പറയാനില്ലാത്ത ഒരു സാഹചര്യമുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ ഈ ഒരു പ്രദേശത്ത് മാതാപിതാക്കളോടൊപ്പം ആയിരുന്നു എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. രക്ഷയ്ക്കപ്പെട്ട് വന്നതിന് ശേഷം എല്ലാ ഫ്രണ്ട്സുകളെയും വിട്ടുള്ള ഒരു ജീവിതം വളരെ ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയായിരുന്നു. അതിനുശേഷം 96-ൽ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം കുറച്ചുനാൾ ഒരുപാട് ജോലികളൊക്കെ ചെയ്തു. ജോലികൾ മീൻസ് മെക്കാനിസം പഠിച്ചു, പ്രിന്റിംഗ് ടെക്നോളജി പഠിച്ചു. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ദൈവം എന്നെ അവിടെ ചെയ്യിപ്പിച്ചു. ഒരുപാട് അനുഭവങ്ങളെ തന്നു, പല അവസ്ഥയിൽ കൂടെ കടന്നുപോയി. ആ സമയത്ത് ഫ്രണ്ട്ഷിപ്പിൽ നിന്നൊന്ന് വിടണം. അതായത് മറ്റ് മോശമായ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആരാധനയ്ക്കൊക്കെ പോകുന്നുണ്ട് എങ്കിലും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് വലിയ ഒരു പ്രയാസമായിരുന്നു. എന്നാൽ ഈ ഫ്രണ്ട്ഷിപ്പിൽ നിന്നൊന്ന് വിടണം എന്നുള്ള ഒരു താല്പര്യം ഞാൻ അങ്കിളിനോട് പ്രകടിപ്പിച്ചപ്പോഴാണ് അങ്കിള് പറഞ്ഞത്, നിന്നെ എന്ന ഒരു ബൈബിൾ സ്കൂളിൽ വിടാം, എന്നിട്ട് ഒരു വർഷം അവിടെ പോയി നിന്നിട്ട് നീ തിരിച്ചു പോ, അപ്പം ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒന്ന് മാറും, അപ്പം വളരെ നന്നായിട്ട് ജീവിക്കാനൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങനെയാണ് രാജസ്ഥാനിലെ അൽവർ എന്ന് പറയുന്ന സ്ഥലത്ത് നിബി ബൈബിൾ സ്കൂളിലേക്ക് വിട്ടത്. ഞാൻ പോകുന്ന സമയത്ത് ഞാൻ വളരെ ശൂന്യമായിരുന്നു. രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, സ്നാനപ്പെട്ടിട്ടുണ്ട് എന്നല്ലാതെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പറയാൻ പറ്റിയ നല്ല കഴിവുകൾ, പ്രാർത്ഥനാ ജീവിതം എനിക്ക് നന്നായിട്ട് തുടങ്ങാനായിട്ട് സാധിച്ചിരുന്നില്ല. വചന പഠനം എനിക്ക് തുടങ്ങാനായിട്ട് സാധിച്ചിരുന്നില്ല. ആ ദേവദാസൻ കാണിച്ചു തന്ന മാതൃകയുടെ ആ ഒരു ആഴം അധികം മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അവരുടെ ആ കമ്മിറ്റ്മെന്റ് അതെനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. എങ്കിലും ആ ദേവദാസന്റെ വാക്കനുസരിച്ച് പി മാത്തിച്ചാനും ജോർജ് കുട്ടിച്ചാനും എനിക്ക് രാജസ്ഥാനിലെ ബൈബിൾ സ്കൂളിലേക്ക് പോകാനായിട്ട് വഴിയൊരുക്കി തന്നു. 2000 ആണ്ടിൽ അങ്ങനെ ഞാൻ മുതുകാടിൽ നിന്ന് ഒരിക്കൽ പോലും പുറമെ പോലും പോകാത്ത എനിക്ക് ആ രാജസ്ഥാനിലേക്ക് ഒരു വർഷത്തെ പോയി പഠിച്ച് തിരിച്ചു വരണം എന്നുള്ള ഒരു കണ്ടീഷനോടെയാണ് ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ ദൈവം എത്ര വിശ്വസ്തനായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ മുതുകാട്ടിൽ നിന്ന് എനിക്ക് ഇത്ര വലിയൊരു രക്ഷ തന്ന് ഇങ്ങനെ ഒരു സൗഭാഗ്യങ്ങളെ തന്ന നിബിയിലേക്ക് വിട്ടപ്പോൾ ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല ഇത്രയെല്ലാം കാര്യങ്ങളെ ദൈവം എന്നെക്കുറിച്ച് പ്ലാൻ ചെയ്തിരുന്നുവെന്നും ഇത്ര വലിയ കാര്യങ്ങളെ എന്നെക്കുറിച്ച് ചെയ്യിപ്പിക്കാൻ ദൈവം ഉദ്ദേശിച്ചിരുന്നുവെന്നും ഒരിക്കൽ പോലും എനിക്ക് മനസ്സിലായിരുന്നില്ല. എന്നാൽ ആ ദൈവത്തിന്റെ വഴികൾ എത്രയോ വലുതായിരുന്നു എന്ന് ഇന്ന് ഈ സമയം ഞാൻ ഇന്ന് ഓർക്കുകയാണ്. രാജസ്ഥാനിലെ ബൈബിൾ സ്കൂളിൽ വന്നു. അവിടെ 2 വർഷക്കാലമാണ് അവിടെ പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഒരു വർഷം ഭാഷ പഠിക്കാനായിട്ട് പോയി. പ്രത്യേകിച്ച് മുതുകാട്ടില് ഉള്ള വിദ്യാഭ്യാസത്തിന്റെ നിലവാരവും എൻ്റെ ആ ഒരു സാഹചര്യങ്ങളൊക്കെ വെച്ച് ABCD പോലും അറിയാത്തൊരു സാഹചര്യമായിരുന്നു. അവിടെ നിന്ന് ABCD പഠിച്ചു, ഹിന്ദി പഠിച്ചു, അങ്ങനെ അവിടെ ബൈബിൾ വായിക്കാനായിട്ട് പഠിച്ചു, അവിടെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പഠിച്ചു. അവിടെ എൻ്റെ ജീവിതത്തെ ദൈവം പൂർണ്ണമായിട്ട് മാറ്റിക്കളഞ്ഞു. ആ മുതുകാട്ടിൽ നിന്ന് വളർന്നു വന്ന എന്നെ ദൈവം ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് മാറ്റി ഒരു പുതിയ ജോബിയാക്കി തീർത്തു എന്നുള്ളത് ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. ആദ്യത്തെ വർഷം തന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു പ്രോത്സാഹനം, ഒരു ഭാരം എൻ്റെ മനസ്സിലുണ്ടായി. അത് ഞാൻ പലരോട് അറിയിച്ചു, സഭയിൽ അറിയിച്ചു, എൻ്റെ വേണ്ടപ്പെട്ട സഹോദരങ്ങളോട് അറിയിച്ചു.
രണ്ടാം വർഷം എനിക്ക് എങ്ങോട്ട് വേലയ്ക്ക് പോകുമെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ത്യയുടെ ഭൂപടം എടുത്തു വെച്ച്, ഇന്ത്യയുടെ GLSന്റെ ഒരു ഭൂപടം ഉണ്ടായിരുന്നു. അതിനകത്ത് ഓരോ സംസ്ഥാനങ്ങളിൽ എവിടേക്കാണ് ദേവദാസന്മാരുള്ളത് എന്ന് ഡോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കുമ്പോൾ നോർത്ത് ഈസ്റ്റിലെ 7 സംസ്ഥാനങ്ങളിൽ വളരെ ചുരുക്കം 5-6 സ്ഥലങ്ങളിൽ മാത്രമേ ഈ 7 സംസ്ഥാനങ്ങളിൽ ഈ ഡോട്ടുള്ളൂ, അവിടെ ദേവദാസന്മാര് ഉള്ളതായിട്ട് കാണുന്നുള്ളൂ. പ്രത്യേകിച്ച് മുതുകാട്ടിൽ വളർന്നു വന്നത് കൊണ്ട്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്നത് കൊണ്ട് എന്റെ മനസ്സിൽ എന്നാൽ ഈ ഒരു പ്രദേശത്തേക്ക് കടന്നു പോയാലോ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നൊരു ഭാരം മനസ്സിലുണ്ടായി. എന്നാൽ പലരും നിരുത്സാഹപ്പെടുത്തി, പ്രത്യേകിച്ച് ആസാം പോലെയുള്ള പ്രദേശങ്ങളിൽ തീവ്രവാദികളുണ്ട്, ഉൾഫയുണ്ട്, നിന്നെ പോലെ വളരെ ചെറുപ്പക്കാരനായ ഏകദേശം 20-22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ആ നോർത്ത് ഈസ്റ്റിലേക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല, അവിടെ സാധ്യമല്ല, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയെങ്കിലും എൻ്റെ മനസ്സിൽ ആ ദൈവം വലിയൊരു ഭാരത്തെ കൊണ്ട് നിറയ്ക്കുകയായിരുന്നു. ദൈവം വല്ലാത്ത ധൈര്യം നൽകുകയായിരുന്നു. പ്രത്യേകിച്ച് എല്ലാ കുഞ്ഞുങ്ങളും, എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും ഗ്രാജുവേഷന് ശേഷം സ്വന്തം വീടുകളിലേക്ക്, കേരളത്തിലേക്ക് മടങ്ങിപ്പോയപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു, ഞാൻ നേരെ അവിടുന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് പോരുകയാണ്, വേലയ്ക്ക് വേണ്ടി പോരാൻ വേണ്ടി തീരുമാനിച്ചു. ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു ഭാരമല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വിശ്വാസത്തിലേക്ക് വന്ന ഞങ്ങൾ മാത്തിച്ചായനെയും എൻ്റെ ചേട്ടനെയും പിന്നെ ജോർജ് കുട്ടിച്ചായനെയും ഈ കുര്യാക്കോസ് അങ്കിളിനെയൊക്കെ അല്ലാതെ ബ്രദറൻ ഗോളത്തിൽ മറ്റാരെയും ഞങ്ങൾക്ക് പരിചയമില്ല. ആൽവറിൽ വന്നതിന് ശേഷം TJ ജോസഫ് അങ്കിള്, ജെയ്മോൻ ബ്രദർ, ഇങ്ങനെ പലരെയൊക്കെ പരിചയപ്പെട്ടു. എങ്കിലും എന്താണ് ബ്രദറൻ സമൂഹം, എന്താണ് കർത്താവിന്റെ വേല, എങ്ങനെയാണ് ഒരു മനുഷ്യൻ കർത്താവിന് വേല ചെയ്യുന്നത് ഒന്നും അറിഞ്ഞൂടെ. ഒന്നും മാത്രമേ അറിയാമായിരുന്നുള്ളൂ, കർത്താവ് വേലയ്ക്ക് വിളിച്ചു, കർത്താവിന്റെ വേല ചെയ്യണം. വലിയൊരു ഭാരമായിരുന്നു, വലിയൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം വെച്ച് TJ ജോസഫ് അങ്കിളിനോട് ആ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ബില്ലിച്ചാനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കും എൻ്റെ കൂട്ടുകാരനും റോയ് എന്ന് പറയുന്ന സഹോദരൻ, അവന് ഇന്ന് കർത്താവിന്റെ വേലയിലില്ല, അദ്ദേഹം ഇന്ന് പുറമെ രാജ്യത്ത് ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ച് ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് അന്ന് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ കൊടുത്ത് ഓൾറെഡി നേരത്തെ ടിക്കറ്റ് എടുത്തു വെച്ചു. അവിടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് എല്ലാവരും തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയി. ഞങ്ങൾ രണ്ടുപേരും ഗ്രാജുവേഷന് ശേഷം നേരെ നോർത്ത് ഈസ്റ്റിലേക്ക് ട്രെയിന് കയറി പോരാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് ബ്രദർ പറഞ്ഞതുപോലെ പല അനുഭവങ്ങൾ, പ്രാർത്ഥനയുടെ ഉത്തരങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ന് ഞങ്ങൾ അവിടുന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് പോരുമ്പോൾ എനിക്ക് വണ്ടിക്കൂലിക്കൊന്നും പൈസ ഉണ്ടായിരുന്നില്ല, ഒരു പൈസ പോലും കയ്യിലുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഓരോ ദിവസവും വളരെ വിശ്വാസത്തിലായിരുന്നു അന്ന് പോയിരുന്നത്. അന്ന് എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഞങ്ങൾ ടിക്കറ്റൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയും പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ TJ ജോസഫ് അങ്കിളിന്റെ ആന്റി വത്സമ്മാന്റെ റോയിയുടെ കയ്യിൽ 800 രൂപ അന്ന് കൊടുത്തു. ആ പൈസ കൊണ്ടാണ് ഞങ്ങൾ നോർത്ത് ഈസ്റ്റിലേക്ക് യാത്ര തിരിച്ചു വന്നത്. അങ്ങനെ 2002 ഏപ്രിൽ മാസത്തിൽ ഞാനും എൻ്റെ കൂട്ടുകാരൻ റോയിയും ഞങ്ങൾ സിലിഗുരിയിൽ വന്നു. ബില്ലിച്ചാനോടൊപ്പം 1 മാസത്തോളം അവിടെ താമസിച്ചു. അതിനുശേഷം അദ്ദേഹത്തോടൊപ്പം നോർത്ത് ഈസ്റ്റിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മിനിസ്ട്രിക്ക് വേണ്ടി സ്ഥലം കാണുവാനായിട്ട് ഞങ്ങൾ കടന്നുപോയി. അങ്ങനെ ഞങ്ങൾ അരുണാചൽ പ്രദേശ്, ആസാം, മേഘാലയ ഈ പ്രദേശങ്ങളിലെല്ലാം മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ കടന്നുപോയി. അവിടെ സ്ഥലങ്ങൾ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ സമയത്താണ് തേജ്പൂരിലുള്ള ദേവദാസൻ ഷിജു P. ജോസ് ബില്ലിച്ചാനോട് പറഞ്ഞു, ജോബിയെ കുറച്ച് നാളത്തേക്ക് ഇവിടെ നിർത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്നു. ഞാൻ അവിടെ നിന്ന് ഏകദേശം 3-4 മാസക്കാലം അവരോടൊപ്പം ആയിരുന്നു. അതിനുശേഷം ഒരു വില്ലേജിൽ ഞാൻ അവിടെ താമസിച്ച് സുവിശേഷ വേല ചെയ്തു. അവിടെ നിന്നാണ് ദൈവം എനിക്ക് ആദ്യമായിട്ട് സുവിശേഷം പറഞ്ഞൊരു സഹോദരി കർത്താവിന് രക്ഷിതാവായി സ്വീകരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ ഒരു ഫലം എന്ന് പറയുന്നത് ആ സഹോദരിയാണ്. അതിനുശേഷം എനിക്ക് അവിടെ മലേറിയ മഞ്ഞപ്പിത്തവും പിടിച്ചു. അവിടെ ഹോസ്പിറ്റലിൽ ഏകദേശം 10 ദിവസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എൻ്റെ കൂടെ അഡ്മിറ്റ് ആയിരുന്ന പലരും മരിച്ചു പോകാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ മലേറിയയും ജോണ്ടീസും ഒന്നിച്ചു പിടിച്ചത് കൊണ്ട് ട്രീറ്റ്മെന്റ് ഒന്നും ശരിയായ രീതിയിൽ നടത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് ഞങ്ങൾ ആശ്രയിച്ചു. ഷിജി ബ്രദറും കുടുംബവും അവർ സഭയായി എന്നെ കരുതി ശുശ്രൂഷിച്ചു. ദൈവത്തിന്റെ വലിയ കരുതൽ അനുഭവിച്ചു. അന്ന് അവിടെ രോഗക്കിടക്കയിൽ ഞാൻ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞു, ദൈവമേ, അങ്ങ് എനിക്ക് ജീവിതം തന്നാൽ, എനിക്ക് ശക്തി തന്നാൽ, എനിക്ക് സൗഖ്യം തന്നാൽ ഞാൻ ആസാമിൽ അങ്ങയുടെ വേല ചെയ്യും. ഞാൻ ആ തീരുമാനമെടുത്തു. അതിന്റെ 2-3 ദിവസത്തിന് ശേഷം ഞാൻ റിക്കവറായി, സൗഖ്യമായി. ഒരുപാട് വീക്കായി പോയിരുന്നു. എന്നാൽ കുറച്ച് ദിവസം തേജ്പൂരിലും അതിനുശേഷം സിലിഗുരിയിലും പോയി റെസ്റ്റ് ചെയ്തതിന് ശേഷം കേരളത്തിൽ മടങ്ങിപ്പോയി 2 മാസം നാട്ടിൽ റെസ്റ്റ് ചെയ്തു. അതിനുശേഷം വിവാഹത്തിന് ശേഷം
ഏകദേശം 2-3 മാസം വിവാഹമൊക്കെ കഴിഞ്ഞ് 2003 ഞങ്ങൾ വീണ്ടും കുടുംബമായി സിലിഗുരിയിലേക്ക് കടന്നു വന്നു. 1.5 വർഷക്കാലം ബില്ലിച്ചാനോടൊപ്പം കർത്താവിന്റെ വേലയിൽ അവിടെ ആയിരുന്നു. അവിടെ നിന്ന് ഒരുപാട് അനുഭവങ്ങളെ ദൈവം തന്നു. വേലയോടുള്ള ബന്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആ ദേവദാസനിൽ നിന്ന് പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം 2004 ആസാമിലുള്ള ദേവദാസനായ എബിച്ചായൻ മുഖാന്തരം ആസാമിൽ ലക്കിംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ കുറിച്ച് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അവിടെ നിന്ന് 2004 മെയ് മാസത്തിൽ ഞങ്ങൾ തേജ്പൂരിലേക്ക് കടന്നു വരികയും അവിടെ നിന്ന് 2004 ജൂലൈ മാസം 5-ാം തീയതി ഞങ്ങൾ ആസാമിൽ ലക്കിംപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വരുവാനായിട്ട് ഇടയായത്. അതിന്റെ പുറകിലൊക്കെ ദൈവത്തിന്റെ വലിയ കരുതലുകളും ദൈവത്തിന്റെ വലിയ പദ്ധതികളും ദൈവത്തിന്റെ വലിയ സാന്നിധ്യമൊക്കെ അനുഭവിക്കാനായിട്ട് ദൈവം ഇടയായിത്തീർന്നു. എല്ലാ യാത്രകളും വിശ്വാസത്തിന്റെ യാത്രകളായിരുന്നു. കാരണം ദൈവം തന്ന ഭാരവും കർത്താവിന് വേല ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹവും ആത്മാക്കളെ നേടണമെന്നും സഭകൾ സ്ഥാപിക്കപ്പെടണമെന്നുള്ള ആഗ്രഹവും എൻ്റെ ആത്മീയ പിതാവായ മാത്തിച്ചായന്റെ മാതൃകകൾ പിന്തുടരണമെന്നുള്ള ഒരു ആഗ്രഹവും വലിയ ഭാരവും അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ഒരു ബന്ധങ്ങളും ഉണ്ടായിരുന്നില്ല. വളരെ ദൈവം ഓരോ ദിവസവും ഓരോ നിമിഷവും കരുതി ആണ് നടത്തി കൊണ്ടുവന്നത്. അങ്ങനെ ഇവിടെ 2004 ജൂലൈ മാസത്തിൽ ഇവിടെ എത്തുവാനായിട്ട് ദൈവം ഇടയായി തീർന്നു. അവിടെ പ്രവർത്തനങ്ങളെ തുടങ്ങി. 2005 ഫെബ്രുവരി 27-ാം തീയതി ലഖിംപൂർ ജില്ലയിലെ ആദ്യ സഭയെ കർത്താവ് സ്ഥാപിക്കാനായിട്ട് ഇടയായി തീർന്നു. 2 കുടുംബത്തിൽ നിന്ന് ഒരു കുടുംബം പൂർണ്ണമായിട്ടും ഒരു കുടുംബത്തിലെ സഹോദരിയും അടക്കം ഞങ്ങൾ 3 കുടുംബങ്ങൾ ഒന്നിച്ച് ആരാധന തുടങ്ങിയ ഒരു പുതിയ സഭയെ ദൈവം അവിടെ സ്ഥാപിച്ചു. ആ സഭ ആയ സമയത്ത് ആ ഒരു വിശ്വാസി സഹോദരൻ ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് വന്ന അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാർ, സഹോദരങ്ങൾ, ബന്ധുക്കാർ, അവിടെയുള്ള താൻ കടന്നു വന്ന സമൂഹത്തിലെ അനേകർ ഒന്നിച്ചുകൂടി വലിയ മീറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മളെ അവിടുന്ന് ഇല്ലായ്മ ചെയ്യുക, അതായിരുന്നു അവരുടെ ഉദ്ദേശം. വിശ്വാസത്തിലേക്ക് വന്ന സഹോദരന്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, എൻ്റെ സഹോദരനെ നഷ്ടപ്പെടാതിരിക്കാൻ ജോബി ജോണിനെ കൊല്ലണമെങ്കിൽ ഞാൻ കൊല്ലും എന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. ഇനി അവനെ കണ്ടാൽ കുത്തിക്കൊല്ലുമെന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ വീണ്ടും പിറ്റേ ദിവസം അത് അറിഞ്ഞതിന് ശേഷം പിന്നെയും പിറ്റേ ദിവസം ആ ഗ്രാമത്തിലേക്ക് കടന്നു പോകാൻ, കൊല്ലുമെന്ന് പറഞ്ഞ ആളുടെ മുമ്പിലേക്ക് ചെല്ലുവാനും തന്നോട് പ്രൈസിനോട് പറയാനും കൈ കൊടുക്കാനും ദൈവം ഇടയാക്കി താൻ എഴുന്നേറ്റ് നിന്ന് എനിക്ക് പ്രൈസിലോട് തരുവാനായിട്ട് ഇടയായിത്തീരുന്നു. അവിടെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. താനും അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ആ ഗ്രാമം മൊത്തം കർത്താവിനെ അറിയാനായിട്ട് ഇടയായിത്തീർന്നു. അനേകർ ആ പ്രദേശത്ത് നിന്ന് വിശ്വാസത്തിലേക്ക് വരുവാൻ കർത്താവ് സഹായിച്ചു. ദൈവം വിശ്വസ്തൻ ആണ് എന്ന് ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം കാണിച്ചു തന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അവിടെ ആദ്യത്തെ സഭ ദൈവം കരുതി വളർത്തി. അവിടെ നിന്ന് ഒരു സുവിശേഷകൻ, ഒരു ലോക്കൽ സുവിശേഷകൻ കർത്താവിനെ അറിയാനായിട്ട് ഇടയായിത്തീർന്നു. താന് ഒരു വിശ്വാസി സഹോദരനാണ്. ആദ്യമായിട്ട് തന്നെ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടു. താൻ കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ചു. തന്നെ നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. തന്നെ ഞങ്ങളോടൊപ്പം നിർത്തി. തന്നെ ബൈബിൾ സ്കൂളിൽ വിട്ടു. അതിനുശേഷം തിരിച്ചു വന്നു. തനിക്കും കർത്താവ് വേലയ്ക്ക് വേണ്ടി ഭാരം തന്നു. തനിക്ക് വേണ്ടതായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും കർത്താവ് ഇടയാക്കി. അതിനുശേഷം വേറൊരു സഹോദരനെ കർത്താവ് തന്നു. അതിനുശേഷം 3 പേരെ, പൗലോസ് പറഞ്ഞതുപോലെ 3 ആത്മീകരായ മക്കളെ കർത്താവിന് വേണ്ടി ജനിപ്പിക്കുവാൻ, അവരെ കർത്താവിന് വേലയിൽ പ്രോത്സാഹിപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കി. ഈ സമയങ്ങളിൽ 3 സഭകളെ കർത്താവ് സ്ഥാപിച്ചു. ഈ 3 സഹോദരന്മാരിൽ 2 സഹോദരന്മാർ മുഖാന്തരം വീണ്ടും 3 സഭകളെ കർത്താവ് സ്ഥാപിച്ചു. അങ്ങനെ ഈ പ്രദേശങ്ങളിൽ അനേക സഭകൾ സ്ഥാപിക്കപ്പെടുവാനായിട്ട് കർത്താവ് ഇടയാക്കി. പല നിലയിലുള്ള മിനിസ്ട്രികൾ ഞങ്ങളിവിടെ ചെയ്തു. ഫിലിം മിനിസ്ട്രികൾ, ഔട്ട്റീച്ച് മിനിസ്ട്രികൾ, ഡ്രഗ് അവയർനെസ് പ്രോഗ്രാം, VBS, പിന്നെ MOS മിനിസ്ട്രി, അങ്ങനെ പല രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ നിലകളിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു. കർത്താവ് അനേക ആത്മാക്കളെ തന്നു, സഭകളെ സ്ഥാപിച്ചു. ദൈവത്തിന് എല്ലാ മഹത്വവും എല്ലാ നന്ദിയും കരയറ്റുകയാണ്. പ്രത്യേകിച്ച് ഈ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ, ഇപ്പോൾ നടക്കുന്ന മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്,
ഞങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ മുതുകാട് എന്ന പ്രദേശത്ത് നിന്നാണ് ഞങ്ങൾ കടന്നു വന്നത്. വളരെ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വർഷം ഒരു ജോഡി ഡ്രസ്സ് മാത്രമേ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് യൂണിഫോമാണ്. ആ യൂണിഫോം അത് ഒരു വർഷം കഴിയുമ്പോൾ പുതിയൊരു ജോഡി വാങ്ങുമ്പോൾ ആ ഒരു യൂണിഫോം വേറൊരാൾക്ക് കൊടുക്കുന്ന ഒരു ശീലമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വസ്ത്രമില്ലായ്മ അത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെയുള്ള ദൈവജനത്തിന് ദൈവമക്കൾക്ക്, ഇവിടെയുള്ള പാവങ്ങൾക്ക് ഒരു വസ്ത്രമില്ലായ്മയുടെ അനുഭവം ഉണ്ടാകുന്നുള്ള ഭാരത്തോടു കൂടെ അവർക്ക് ദൈവമക്കളോട് പറഞ്ഞ് പഴയ തുണികള്, പുതിയ തുണികള് എല്ലാം വർഷാവർഷങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു മിനിസ്ട്രി ഇവിടെ ചെയ്യാനായിട്ട് ദൈവം ഇടയാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഹോസ്പിറ്റൽ, ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ ദൂരെയാണ് ഒരു ഹോസ്പിറ്റലും ഡോക്ടറും ഒക്കെ ഉള്ളത്. ഡോക്ടറുടെ അടുത്തൊക്കെ പോകണമെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് എന്നെല്ലാം അനുഭവിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം തോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർക്കുന്നത്, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വളരെ വില കുറഞ്ഞ ഒരു ബുക്ക് അന്ന് എനിക്ക് ചാച്ചൻ വാങ്ങിത്തന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് പറ്റത്തില്ല. അന്ന് ആ ബുക്കും കൊണ്ട് ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ അത് ഫോൾഡ് ചെയ്യുമ്പോൾ ഒടിഞ്ഞു പോകുന്ന ബുക്കായിരുന്നത്. അന്ന് ഞാൻ ഓർക്കുന്ന ആ ടീച്ചർ ആ ബുക്ക് വാങ്ങി ജനലിൽ കൂടെ പുറത്തോട്ട് എറിഞ്ഞു കളഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മേഖലകളിൽ ഇവിടെ ആയിരിക്കുമ്പോൾ ഇങ്ങനെ വസ്ത്രമില്ലായ്മ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ പോകുന്നവർ, പ്രത്യേകിച്ച് വിശ്വാസത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ഉള്ള അവസ്ഥ അനുഭവിക്കുന്ന അവർക്കെല്ലാം ഒരു ആശ്വാസ ഭവനമായി കഴിഞ്ഞ 21 വർഷമായിട്ട് കർത്താവ് ഞങ്ങളെ ഈ ലക്കിംപൂര് എന്ന പ്രദേശത്ത് ആക്കി വെച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാം, ഞങ്ങള് വിശ്വാസത്തിൽ, ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് മറ്റാരും വിശ്വാസത്തിലില്ല. ഞങ്ങള് അപ്പനും അമ്മയും 4 മക്കളും മാത്രമേ ബ്രദറൻ വിശ്വാസത്തിലുള്ളൂ. മറ്റെല്ലാവരും കാത്തലിക്സ് ആണ്. നമ്മുടെ ബന്ധുമിത്രാദികൾ ആരും പുറമെ ഒന്നും ഇല്ല. നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് ദൈവം താൻ തെരഞ്ഞെടുത്ത് മാനപാത്രമായി ഒരുക്കി വെച്ചിരിക്കുന്ന അനേക ദൈവമക്കൾ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും പല സ്ഥലങ്ങളിലും ഉണ്ട്. അവരിലൂടെയാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങളെ ദൈവം ചെയ്തിരിക്കുന്നത്. അപ്പോ ഞങ്ങളെ സംബന്ധിച്ച് ദൈവം ഇത്ര വലിയ നന്മകളും ഞങ്ങൾക്ക് തന്നു, ഇത്ര വലിയ രക്ഷ തന്നു, ഞങ്ങളിവിടെ ആക്കി വെച്ചിരിക്കുന്നു. ആ ദൈവത്തിന് വേണ്ടി ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം അത് മറ്റുള്ളവർക്ക് വലിയ പ്രയോജനമുള്ളതായി തീരണം എന്നൊരു വലിയ ആഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. അതിനുശേഷം കഴിഞ്ഞ 2 വർഷം മുമ്പ് നമുക്ക് സ്വന്തമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് സ്വന്തമായ ഒരു സംവിധാനം ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചു. സ്റ്റുവാർഡ് അസോസിയേഷന്റെ പേരിൽ ഒരു 12 സെന്റ് സ്ഥലം വാങ്ങുവാൻ ദൈവം സഹായിച്ചു. ഇവിടെ ഞങ്ങൾക്ക് താമസിക്കുവാൻ, വിശ്വാസികൾക്ക് വന്ന് താമസിക്കുവാൻ, വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ വന്ന് താമസിക്കുവാൻ ഒരു ഭവനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അതിനൊരു ഫ്ലോർ ഇവിടെ പണിയുവാനായിട്ട് ദൈവം സഹായിച്ചു. മാത്രമല്ല, രോഗികളായ ആൾക്കാർക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി ഇവിടെ മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ അവർക്ക് വന്ന് താമസിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാനൊരു റൂം അത് വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് ഇപ്പം 2ാമത് റൂം പണിയുവാനായിട്ട് ദൈവം സഹായിച്ചു. മാത്രമല്ല, ഞങ്ങൾ സഭകളിൽ അപ്പനില്ലാത്ത, അമ്മയില്ലാത്ത, അപ്പനും അമ്മയും ഉപേക്ഷിച്ച് ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ താമസിക്കുന്ന വളരെ പാവങ്ങളായ കുഞ്ഞുങ്ങൾ നമ്മുടെ സഭകളിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അതിലൊരു 4 കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കൂടെ താമസിച്ച് പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ അതിനുവേണ്ടി ഒരു റൂമും കൂടെ പണിയുവാൻ ദൈവം സഹായിച്ചു. അതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഈ ഏപ്രിൽ മാസം 1-ാം തീയതി അല്ലെങ്കിൽ മാർച്ച് മാസം 31-ാം തീയതി ആ കുഞ്ഞുങ്ങളുടെ ഭവനവും ചിൽഡ്രൻസ് ഹോമും ഈ സംവിധാനങ്ങളൊക്കെ ദൈവത്തിന് സമർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം ഞങ്ങള് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് ദൈവത്തിന് പ്രയോജനം ഉണ്ടാകണം, ദൈവജനത്തിന് പ്രയോജനം ഉണ്ടാകണം, ദൈവനാമം മഹത്വപ്പെടണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രവർത്തന രീതികളൊക്കെ മാറി. നമ്മളിപ്പം ചെയ്യുന്ന ഹൗസ് വിസിറ്റിംഗ്, ഓപ്പൺ എയർ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ, അങ്ങനെയുള്ള മിനിസ്ട്രികളൊക്കെ ചെയ്യുന്നത് വളരെ പ്രയാസമുള്ളത് കൊണ്ട് മിനിസ്ട്രിയുടെ മെത്തേഡുകൾ ഒന്ന് പല രീതിയിലേക്ക് ചെയ്യാമെന്ന് ആഗ്രഹിച്ചു. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വരുന്ന വിശ്വാസികൾ, അവരുടെ ബന്ധുക്കാരൊക്കെ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ അവരെ ശുശ്രൂഷിക്കാനും അവരെ കരുതാനും അവരോട് സുവിശേഷം പറയാനും ഒരവസരം ലഭിച്ചാൽ അവർക്ക് അവരുടെ ഭവനത്തിലേക്ക് നമുക്ക് പോകാനൊരു അവസരം ലഭിക്കുമെന്ന ഒരു ദൈവിക കാഴ്ചപ്പാട് ലഭിക്കാനായിട്ട് ഇടയായിത്തീർന്നു. പ്രത്യേകിച്ച് ഈ നശിച്ചു പോകാൻ സാധ്യതയുള്ള, കെയർ ചെയ്യാൻ ആരുമില്ലാത്ത
പഠിക്കാൻ സാഹചര്യമില്ലാത്ത ചില കുഞ്ഞുങ്ങളെങ്കിലും 12ാം ക്ലാസ് വരെ പഠിപ്പിച്ച് അതിനുശേഷം അവർക്ക് ജോലിയോടുള്ള ബന്ധത്തിലാണ് താല്പര്യമെങ്കിൽ, വേലയോടുള്ള ബന്ധത്തിലാണ് താല്പര്യമെങ്കിൽ ആ നിലയിൽ അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും ആഗ്രഹിച്ചിട്ടൊക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവം അതിനുള്ള ഭാരം തന്നു, താല്പര്യം തന്നു. അതിനുവേണ്ടി പല കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ദൈവമക്കളെ ദൈവം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് തരുന്ന ഈ ജീവിതം ദൈവമക്കൾക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് വരും ദിവസങ്ങളിൽ ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ മിനിസ്ട്രികളെ എല്ലാം നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു മിനിസ്ട്രിയിൽ കടന്നു വന്ന പ്രത്യേകിച്ച് അനുഭവക്കുറിപ്പുകൾ എന്നുള്ള ഒരു വിഷയമുണ്ട്. പ്രാർത്ഥനാ ജീവിതം, അതിൽ ദൈവം ചെയ്ത നന്മകൾ എന്തൊക്കെയാണ് എന്ന് പറയാനായിട്ടുള്ള റിക്വസ്റ്റുകൾ ബ്രദർ സന്തോഷ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില അനുഭവങ്ങളെയും കൂടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അല്പസമയം വചന ശുശ്രൂഷ ചെയ്ത് നിർത്താമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ ദൈവം വളരെ വിശ്വസ്തനാണ്. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. ഒരു കുപ്പത്തൊട്ടിയിൽ കിടക്കുന്ന ആളെ പോലും എഴുന്നേൽപ്പിച്ച് ഉയർത്തി ആ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ കൂടെ ഈ കഴിഞ്ഞ ഒരു സമയങ്ങളിൽ ഞങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷം എന്നല്ലാതെ, ദൈവത്തിനോട് നന്ദി എന്നല്ലാതെ, ദൈവം എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിക്കാൻ യാതൊരുവിധ സാഹചര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. പലപ്പോഴും ദുഃഖത്തിന്റെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതൊന്നും ദുഃഖമല്ല. ഇന്നത് നോക്കുമ്പോൾ അതെല്ലാം അനുഗ്രഹത്തിന്റെ കാരണമായിരുന്നു എന്ന് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കർത്താവിന്റെ വേലയിൽ ഒരുപാട് ദൈവ നന്മ അനുഭവിക്കാനായിട്ട് ദൈവം ഇടയായി തീർന്നു. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ തേജ്പൂരിൽ വന്ന് അവിടെ നിന്ന് ലക്കിംപൂരിൽ വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി ഞാനും ഷിജി ബ്രദറും കൂടെ ഇവിടെ വന്ന് ലക്കിംപൂരിൽ വീടെടുക്കാനായിട്ട് കടന്നു വന്നു. ഒരു ചെറിയ വീട്, ഒരു മുളയുടെ ചെറിയൊരു വീട്, 550 രൂപ വാടക കൊടുത്ത് ഞങ്ങൾ വീട് വാടകയ്ക്ക് എടുത്തു. അപ്പോ ആ വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഞങ്ങൾ തിങ്കളാഴ്ച കടന്നു വരാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. അതായത് 5-ാം തീയതി കടന്നു വരാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോയി. അന്ന് ഞങ്ങളുടെ അടുത്ത് സാമ്പത്തികമില്ല, ഷിജുബ്രദറിന്റെ അടുത്ത് പൈസയില്ല. എൻ്റെ അടുത്ത് ആകെ ഉള്ളത് 300 രൂപയായിരുന്നു. 300 രൂപയുണ്ട്. ഗ്യാസ് വേണം, പാത്രം വേണം, വേണം, കസാര വേണം, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വേണം. ഒരു സാധനം പോലും ഞങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ വണ്ടിക്കൂലി വേണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ചു. അന്ന് ശനിയാഴ്ച ദിവസം ആസാമിലെ ദേവദാസൻ നബിച്ചാൻ ഷിജു ബ്രദറിനെ ഫോൺ വിളിച്ച് പറഞ്ഞു, ഷിജു ഒരു കാര്യം ചെയ്യാൻ, ഞാൻ ജോബിനെയും സിനീനെയും കുഞ്ഞിനെയും കൂടെ കൊണ്ടുവിടാൻ വേണ്ടി ഞങ്ങൾ കുടുംബമായിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവര് 300 കിലോമീറ്റർ വണ്ടി ഓടിച്ച് അവിടെ തേജ്പൂരിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് അവിടെ നിന്ന് ഞങ്ങളെയും കൂട്ടി ലക്കിംപൂരിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. അന്ന് ദൈവത്തിന്റെ വലിയൊരു കരം, ശക്തി, ദൈവത്തിന്റെ ഒരു വലിയൊരു അത്ഭുതം ഞങ്ങൾ കാണാനായിട്ട് ഇടയായിത്തീർന്നു. പ്രത്യേകിച്ച് വരുന്ന വഴിയിലൊക്കെ ദേവദാസൻ ചോദിക്കുന്നുണ്ട്, പാത്രം വാങ്ങണ്ടേ, നിങ്ങൾക്ക് പായുണ്ടോ, പുതപ്പുണ്ടോ, ബെഡ്ഷീറ്റ് ഉണ്ടോ, എന്തെങ്കിലും സാധനങ്ങളുണ്ടോ, ഗ്യാസ് വാങ്ങണ്ടേ, സ്റ്റൗ വാങ്ങണ്ടേ, ഒരുപാട് കാര്യം ഞങ്ങൾ വാങ്ങണം എന്നല്ലാതെ ഞങ്ങൾ ഒന്നും പറയുന്നില്ല. കാരണം ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ലെന്നോ ഒന്നും അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് ആകെയുള്ളത് 300 രൂപ എൻ്റെ കയ്യിലുണ്ട്, ഒരു ചെറിയ ബേഗിന തുണിയുണ്ട്, 6 മാസം പ്രായമുള്ള മോനുണ്ട്, അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ വന്ന് ഞങ്ങള് വാടകയ്ക്കെടുത്ത വീടിന്റെ മുറ്റത്തേക്ക് വണ്ടി നിർത്തലോ, ഇന്ന് ഞാനത് വളരെ ഇതായിട്ട് ഓർക്കുന്നു. മുറ്റത്തേക്ക് വണ്ടി നിർത്തുമ്പോൾ വല്ലാത്തൊരു കാറ്റും കൊടുങ്കാറ്റും തെങ്ങിന്റെ മടലൊക്കെ താഴോട്ട് വീണ് വല്ലാത്തൊരു ഭീകര അന്തരീക്ഷം അവിടെ ആയി. അപ്പം ലഭിച്ചാൻ പറഞ്ഞു, ഈ ഒരു മുളയുടെ വീട്ടിൽ എങ്ങനെ ഈ കുഞ്ഞിനെയും ഇവരെയും താമസിപ്പിച്ച് പോകുമെന്ന് പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരോട് സംസാരിച്ച് വേറൊരു ചെറിയ വീടെടുത്ത് തന്നു. ഞങ്ങളെ അവിടെ ആക്കി. അതിനുശേഷം ഞങ്ങൾ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. തിരിച്ച് വരാൻ നേരത്ത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, ഞങ്ങൾക്കുണ്ടായിരുന്ന ഭാരങ്ങൾ അവിടെ ദൈവം കണ്ടു. ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ആ ദേവദാസനിലൂടെ ഞങ്ങൾക്ക് ആ വീട്ടിലേക്ക് വാങ്ങിത്തരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഏകദേശം 15 ദിവസത്തോളം അവിടെ താമസിക്കാനുള്ള മറ്റ് സാധനങ്ങളും എല്ലാം വാങ്ങിത്തരാനായിട്ട് ദേവദാസനെ ദൈവം ഉപയോഗിച്ചു എന്ന് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അതിനുശേഷം ഒരുപാട് നന്മകൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. പ്രത്യേകിച്ച് ഞങ്ങൾ സിലിഗുരിയിലായിരുന്ന സമയത്ത് അവിടെ ഒരു 2 മാസത്തോളം ഞങ്ങൾ അവിടെ വേറൊരു സ്ഥലത്ത്, ഒരു സമുദ്ര എന്ന് പറയുന്ന സ്ഥലത്ത്, ഒരു ഉൾഗ്രാമത്തിൽ ഒരു പ്രവർത്തന സ്ഥലത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ ഞങ്ങൾ താമസിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ദേവദാസൻ നാട്ടിൽ പോയി. അദ്ദേഹം വരുന്നിടം വരെ അവിടെ നിൽക്കാനായിട്ടായിരുന്നു ഞങ്ങളെ വിട്ടിരുന്നത്. അന്ന് മോന് കൺസീവ് ആയിട്ടില്ല ആ സമയത്ത്.
അവിടെ നിന്ന് ആ സമയത്താണ് മോന് കൺസീവ് ആകുന്നത്. എൻ്റെ അഭിപ്രായം ഏകദേശം 3 മാസത്തോളം ഞങ്ങൾ അവിടെ താമസിച്ചു. അപ്പോൾ ആ സമയത്ത് ആ, അരിയും പത്തലമുളകും, അതായത് ചുമന്ന മുളകുണ്ട്, അതല്ലാതെ ഒരു സാധനം പോലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് തുടക്കകാലമാണ്. ഞങ്ങളുടെ ഇല്ലായ്മയോ ഞങ്ങളുടെ കഷ്ടപ്പാടോ പൈസ ഇല്ലായ്മ ഒന്നും ഞങ്ങൾ വീട്ടിലേക്ക് ഒരിക്കൽ പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. സഹായിക്കാൻ ആരുമില്ല, പരിചയമില്ല, ബന്ധുക്കാരില്ല. ഉൾഗ്രാമത്തിലാണ്. ഉണ്ടായിരുന്ന കാര്യങ്ങളെയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ അവിടെ താമസിച്ചു. അപ്പം ആ സമയത്താണ് മോനെ വൈഫ് കൺസീവ് ചെയ്യുന്നത്. ആ ഒരു ഏകദേശം 4 മാസക്കാലത്തോളം, അതായത് താൻ വയറ്റിലുണ്ടായിരുന്ന 3 മാസക്കാലത്തോളം ഈ മുളകല്ലാതെ ആ മോനൊന്നും അവക്കൊന്നും കഴിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ അതിന്റെ ഒരു കുറവുകളും പിന്നീട് ഞങ്ങളുടെയോ അവളുടെയോ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. ആ സമയത്ത് അവിടെ ഒരു വലിയൊരു അത്ഭുതം ഒരു ദിവസം ഞങ്ങൾക്ക് കാണാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസവും അവിടെ ഇറച്ചി കിട്ടും. ഒരു വലിയ മാർക്കറ്റ്, ഞങ്ങളുടെ വീടിന് മുമ്പിൽ കൂടിയാണ് മാർക്കറ്റിലേക്ക് ആൾക്കാർ പോകുന്നത്. അന്ന് വൈഫ് അവിടെ നിന്ന് എന്നോട് പറഞ്ഞു, ദൈവമേ, അങ്ങ് കാക്കയെ കൊണ്ട് അങ്ങനെ ദാസന്മാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, മീറ്റ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങളെ അങ്ങൊന്ന് കടാക്ഷിക്കണേ എന്ന് ആ കിണറിന്റെ സൈഡിൽ നിന്ന് എന്നോട് പറഞ്ഞപ്പം സത്യത്തിൽ വിഷമം തോന്നിയെങ്കിലും കർത്താവ് കരുതും എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ അന്ന് വൈകുന്നേരം ഹൗസ് വിസിറ്റിങ്ങിന് വേണ്ടി പോവുകയായിരുന്നു. സുവിശേഷം പറയാനായിട്ട് പോയപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് അവിടെ ഇരുന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ കുറച്ച് പിള്ളേർ കാട്ടിക്കൂടെ എന്തോ വലിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോൾ അയാൾ ആദ്യമൊന്നും പറയാനായിട്ട് മടിച്ചുവെങ്കിലും പിന്നീട് പറഞ്ഞു അത് ഒരു സാധനമാണ്. ഒരു നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ ഉടുമ്പ് എന്ന് പറയുന്ന ഒരു വലിയ ഉടുമ്പിനെ അവർ പിടിച്ചുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, സാറ് കഴിക്കുമോ? ഞാൻ പറഞ്ഞു കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പം കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിൽ പൊക്കോ, നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ എത്തിക്കാന്ന് പറഞ്ഞു. അന്ന് ഏകദേശം 3/4 കിലോ ഉടുമ്പ്, പ്രത്യേകിച്ച് ഉടുമ്പിറച്ചി അവർ ഞങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തന്നു. അന്ന് വൈഫ് ആഗ്രഹിച്ചതുപോലെ ഞാൻ മനസ്സിലാക്കിയത്, പ്രത്യേകിച്ച് ഞങ്ങൾ കാട്ടിൽ താമസിച്ചതുകൊണ്ട് കാട്ടിറച്ചി ഏതൊക്കെ ഇറച്ചികളാണ് ടേസ്റ്റ് എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഇറച്ചിയെ അന്ന് ദൈവം തന്ന് പരിപോഷിപ്പിച്ചു. ഏലിയാവിന്റെ ദൈവം കാക്കയെ കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയതുപോലെ അന്ന് അങ്ങനെ അത്ഭുതകരമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ദൈവം ചെയ്തു എന്ന് നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ അൽവറിലാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതം തുടങ്ങുന്നത്. ആദ്യ 2 മാസത്തിനുള്ളിൽ ദൈവം എന്നെ ഒന്ന് ഉടച്ചു വാർക്കുന്ന ഒരു സമയമായിരുന്നു ആ ഒരു സമയം. പ്രത്യേകിച്ച് കൂട്ടുകെട്ടുകൾ നഷ്ടപ്പെട്ട് പണമില്ലാത്തൊരവസ്ഥ, വർത്താനം പറയാൻ പറ്റുന്നില്ല. കാരണം മലയാളം അവിടെ പറഞ്ഞാൽ ഫൈൻ അടിക്കണം, മലയാളം പറയാൻ പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥയിൽ ആകപ്പാടെ തകർന്നിരുന്ന സമയത്ത് എനിക്ക് അൽവറിൽ അവിടെ എനിക്ക് അസുഖം പിടിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അതായത് ഭയങ്കരമായ പനി, മൂത്രമൊഴിക്കുമ്പോൾ ബ്ലഡ് ആണ് പോകുന്നത് ഒരവസ്ഥ. ആരോടും പറയാൻ പറ്റുന്നില്ല. അവിടെയുള്ള ദേവദാസന്മാരോട് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കയ്യിൽ പൈസയില്ല, ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റുന്നില്ല. പാരസിറ്റമോള് അവിടെ നിന്ന് ലഭിക്കുന്ന പാരസിറ്റമോൾ കഴിച്ചിട്ടും കുറയുന്നില്ല. വല്ലാത്ത മരണവേദനയിലൂടെ കടന്നുപോയ ആ സമയത്ത് ഒരു 3 ദിവസം രാത്രിയിൽ ഞാൻ ഉറക്കമില്ലാതെ കരഞ്ഞ് 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 ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ ഇടയായിത്തീർന്നു. അവിടെയാണ്, അന്ന് മുതലാണ് എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹം വാങ്ങുന്നതിന്റെ ആ ഒരു വലിയൊരു ആനന്ദം അനുഭവിക്കാൻ തുടങ്ങിയത് അന്നാണ്. അത് അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിന് അനുഗ്രഹം വാങ്ങുന്ന ഒരനുഭവം അനുഭവിക്കാൻ ദൈവം ഇടയാക്കുന്നുണ്ട്. അന്ന് പ്രാർത്ഥിച്ചു, എന്ത് ചെയ്യും? 3-ാം ദിവസം രാത്രിയിൽ വല്ലാതെ തളർന്ന് മരിച്ചു പോകുമോ എന്ന് തോന്നുന്ന നിലയിലുള്ള അവസ്ഥകൾ കടന്നുപോയി. അന്ന് പിറ്റേ ദിവസം രാവിലെ 6 മണി ആയപ്പോൾ പ്രദീപ് പോൾ എന്ന് പറയുന്ന ഇന്ന് ഛത്തീസ്ഗഡിൽ കർത്താവിന്റെ വേലയിൽ അയക്കുന്ന ഒരു സഹോദരൻ രാവിലെ, ഞാൻ അദ്ദേഹത്തോട് മിണ്ടിയിട്ടില്ല. കാരണം എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല, ഭാഷയില്ല. അവൻ എന്നോട് മിണ്ടിയിട്ടില്ല. എന്റെ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഒരുപാട് ദൂരെയുള്ള, അതായത് അങ്ങേ സൈഡിലുള്ള റൂമിൽ കിടക്കുന്ന പ്രദീപിന് എന്റെ വിഷമം അവൻ കണ്ടിട്ടില്ല, ഒന്നും അറിയത്തില്ല. അന്ന് രാത്രിയിൽ ഞാൻ കരഞ്ഞതോ പ്രാർത്ഥിച്ചതോ നിലവിളിച്ചതോ ഒന്നും പുള്ളി കണ്ടിട്ടില്ല. എന്നാൽ രാവിലെ 6 മണി ആയപ്പോൾ പുള്ളി എന്റെ റൂമിൽ വന്നിട്ട് കയ്യിൽ 100 രൂപ എന്റെ കയ്യിൽ തന്നു. ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ ഒരാള് ഒരു ഗിഫ്റ്റ് തരുന്നത് അന്ന് അത് ആദ്യമായിട്ടാണ്. 100 തന്നപ്പോൾ ഞാനത് റിജക്ട്, എനിക്ക് നോ എന്നുള്ള വാക്കൊക്കെ പറയാൻ അറിയാം. നോ എന്നൊക്കെ പറഞ്ഞു. ഞാനത് തടയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഗോഡ് സെഡ് എന്ന്. ഞാൻ ആ വാക്ക് വളരെ
വളരെ എക്കോയോടുകൂടെ ഇന്ന് ഞാനത് എൻ്റെ ചെവിയിൽ മുഴങ്ങുക പറഞ്ഞു, ഗോഡ് സെഡ്. അത് എൻ്റെ ജീവിതത്തിന് ആദ്യത്തെ പ്രാർത്ഥിച്ച് ദൈവം എൻ്റെ ആവശ്യം നിറവേറ്റിയ ഒരു സമയമായിരുന്നു. അതിനുശേഷം അനേക സമയങ്ങൾ, അനേക അവസരങ്ങൾ, അനേക സാഹചര്യങ്ങൾ അങ്ങനെ ദൈവത്തിന്റെ നന്മ ചോദിച്ച് വാങ്ങി ദൈവം തന്ന അനുഭവങ്ങളെ അനുഭവിക്കാനായിട്ട് ദൈവം ഇടയാക്കി തീർന്നു എന്ന് വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് അതുപോലെ തന്നെ അത് അന്ന് മാത്രമല്ല, ഇന്നും ഈ ഒരു സാഹചര്യത്തിലും ഇങ്ങനെ ദൈവത്തിന്റെ നന്മകൾ അനുഭവിക്കാൻ ദൈവം ഇടയാക്കുന്നു. മിനിഞ്ഞാന്ന് പ്രത്യേകിച്ച് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ രണ്ടാമത്തെ ഫേസ് കൺസ്ട്രക്ഷനിൽ മുകളിൽ 2 റൂമും ബാത്റൂമും പണിയാനുള്ള ആവശ്യങ്ങളെല്ലാം ദൈവം ചില ദേവദാസന്മാരിലൂടെ നിറവേറ്റി തന്നു. എന്നാൽ ഇപ്പം ഈ ഒരു 10-20 ദിവസത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ തീരാനായിട്ടുണ്ട്. എന്നാൽ അതിനുള്ള ആവശ്യത്തിലുള്ള ഫൈനാൻസ് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ള വല്ലാത്ത സാഹചര്യത്തിൽ കടന്നു പോവുകയായിരുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് കിടക്കാനുള്ള 3 കട്ടിൽ വാങ്ങണം, വയറിങ് ചെയ്യണം, പിന്നെ ഡോറുകൾ ഫിറ്റ് ചെയ്യണം. ഈ 3 വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. അപ്പൊ മിനിഞ്ഞാന്ന് ഒരു പ്രത്യേകിച്ച് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അരുണാചൽ പ്രദേശ് സ്കൂളുകൾ നടത്തുന്ന ഞങ്ങളുടെ പരിചയക്കാരുണ്ട്, കാത്തലിക്സ് ആണ്. അവര് ആ സ്കൂളിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി, വാട്ടർ ടാങ്ക് വീണ് അവിടെ 3 കുഞ്ഞുങ്ങൾ മരിക്കുകയും അവിടെയുള്ള ട്രൈബൽ ആൾക്കാര് ഇവരെ ആക്രമിക്കാൻ വന്നപ്പം അവർ ജീവനം കൊണ്ട് ആ സ്കൂളിന്റെ ഓണറിന്റെ അനിയനും പ്രിൻസിപ്പളും 2 ടീച്ചർമാരും ജീവരക്ഷാർത്ഥം അവിടെ നിന്ന് ജീവനം കൊണ്ടോടി നമ്മുടെ ഭവനത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരുന്നു. നമുക്ക് 9 ദിവസം നമ്മൾ അവരെ നമ്മുടെ വീട്ടിൽ താമസിപ്പിച്ചു, അവരെ കരുതി, അവർക്ക് ഭക്ഷണം കൊടുത്തു, അവർക്ക് തണുപ്പിന്റെ വസ്ത്രം കൊടുത്തു, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ അവര് ഞങ്ങളോട് കൂടിയിരുന്നു. അവരോട് വചനം പറയുവാൻ, സുവിശേഷം പറയുവാനൊക്കെ ദൈവം ഇടയായിത്തീർന്നു. ആ സമയങ്ങളിൽ നമ്മുടെ കൂടെ മിനിസ്ട്രികളിൽ, മീറ്റിങ്ങുകളിൽ, കോട്ടേജ് മീറ്റിങ്ങുകളിലൊക്കെ അവരെ കൊണ്ടുപോയി ഞങ്ങൾ ചെയ്യുന്ന ആത്മീയ പ്രവർത്തനങ്ങൾ അവർ കണ്ടു. എന്നാൽ ഒരിക്കൽ പോലും നമുക്കൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് നമ്മൾ അവരെ അറിയിക്കുക പോലും ചെയ്തില്ല. അവരുടെ എല്ലാ ആവശ്യങ്ങളെയും നമ്മൾ നിറവേറ്റി കൊടുത്തായിരുന്നു. എന്നാൽ ഈ മിനിഞ്ഞാന്ന് വൈകുന്നേരം ഞങ്ങൾ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അന്ന് ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു, വളരെ വിഷമമായിരുന്നു. ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇനി എന്ത് ചെയ്യും, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഞാൻ ഒരാളോട് പറഞ്ഞാലോ, പ്രത്യേകിച്ച് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനുണ്ട്, അദ്ദേഹത്തിനോടൊന്ന് പറഞ്ഞാലോ. അന്നേരം വൈഫ് പറഞ്ഞു, വേണ്ട ചോദിച്ചാൽ പറയണ്ട, ദൈവം വഴിയൊരുക്കും, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഞാൻ വന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ഇവിടെ വന്നിരുന്നു. മനസ്സിൽ കസാരയിൽ ഇങ്ങനെ ഇരുന്നു, ദൈവമേ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാന്നൊക്കെ ചിന്തിച്ചിരുന്നപ്പോ വൈകുന്നേരം 7 മണി ആയപ്പം ഈ അന്ന് ഇവിടെ വന്ന് താമസിച്ച സാറ് എന്നെ വിളിച്ചു, ജോബി ബ്രദറെ എന്തുണ്ട് വിശേഷം, മോളത്തെ റൂമിന്റെ ടൈൽസ് ഇട്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിട്ടല്ലോ സാറേ, അതിട്ടു എന്ന് പറഞ്ഞു. വേറെ എന്താ പാസ്റ്റർ അവിടെ ആവശ്യം, ഞാൻ ഇവിടെ ലക്കിംപൂരിൽ ടൈൽസിന്റെ കടയിൽ ഇരിക്കുകയാണ്, വേറെ എന്താ അവിടെ ആവശ്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ 3 കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഒന്ന് ഈ കടയിലേക്ക് വരാമോ, ഈ കടയില് ഡോറുള്ള കടയിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. 5 ഡോറും അതിനുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത കാര്യം ദൈവം ആ ഒരു മനുഷ്യനിലൂടെ, ആ ദൈവസ്നേഹിയിലൂടെ, ആ ദൈവമകനിലൂടെ ദൈവം നിർത്തി. അങ്ങനെ ഓരോ കാര്യങ്ങളെ ആ ദൈവം, വിശ്വസ്തനായ ദൈവം ഇന്നും നിറവേറ്റുന്നു എന്ന് വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറയുന്നത്, നമ്മൾ വിശ്വാസത്തോടെ ആ ദൈവത്തോട് എന്ത് ചോദിച്ചാലും ആ ദൈവം നടത്തി തരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ അനേക ദൈവമക്കളെ ഓരോ ദിവസവും ഓരോ സമയവും ഉപയോഗിച്ച് ഇന്ന് ഈ ലഖിംപൂർ ജില്ലയിൽ അനേക സഭകൾ ഉണ്ടാവാൻ, സഭാ ഹാളുകൾ ഉണ്ടാവുവാൻ, ദൈവജനത്തിന് പ്രയോജനപ്പെടുന്ന സംവിധാനങ്ങൾ ഉണ്ടാവുവാൻ, പ്രത്യേകിച്ച് പാവങ്ങളോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം എന്നെയും കുടുംബത്തെയും വളരെ ചെറിയ നിലയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിൽ പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾ വന്നതിന് ശേഷം ഇവിടെ ഞങ്ങളുടെ അയൽക്കാർ, ഒരു പ്രായമുള്ള ഒരു അമ്മച്ചി വന്നിട്ട് ചോദിച്ചു, ഷുഗറും പ്രഷറും ഒന്ന് ചെക്ക് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. ഒരു പ്രാവശ്യം കൂടെ വന്നു, ഞങ്ങളത് അവർക്ക് ചെയ്തു കൊടുത്തു. അതിനുശേഷം അവർ പറഞ്ഞു വേറൊരാൾ വന്നു. അതിനുശേഷം പല പ്രായമുള്ള അപ്പച്ചന്മാർ, അമ്മച്ചിമാര്, അവർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ബുദ്ധിമുട്ട്, കൊണ്ടുപോകാൻ ആൾക്കാരില്ല, ക്ഷീണം, ബുദ്ധിമുട്ട്, അങ്ങനെ പലരും ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ അതും ഒരു ശുശ്രൂഷയായിട്ട് കൊണ്ടു നടക്കുന്നു. അങ്ങനെ ദൈവം ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവനാമത്തിന് വേണ്ടി ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. കർത്താവ് എത്രത്തോളം സഹായിച്ചു,
ആ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ബ്രദർ ചോദിച്ചു, ദൈവം അത്ഭുതകരമായി രക്ഷിച്ച വല്ല ആ, അനുഭവങ്ങളുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് തീർന്നു. ഒന്ന് മലയേറിയിൽ നിന്നും മഞ്ഞപ്പത്തിൽ നിന്നും എന്നെ രക്ഷിച്ചത് അത് ദൈവത്തിന്റെ വലിയൊരു കരുണയായിരുന്നു. ഞാനും വൈഫും ബൈക്കിന് വില്ലേജിൽ നിന്ന് കടന്നു വരുന്ന സമയത്ത് ആക്സിഡന്റ് ഉണ്ടായി. പന്നി കുറുകെ ചാടി വലിയ നിലയിൽ ഞങ്ങൾ തെറിച്ചു വീണു. എന്നാൽ ഒരു അപകടം പോലും പറ്റാതെ ദൈവം അവിടെ കാത്തു. മാത്രമല്ല 2013 കാലഘട്ടത്തിൽ ഞങ്ങൾ താമസിച്ചിരുന്ന വീട് വളരെ മലയുടെ മുകളിലായിരുന്നു. ആ സമയത്താണ് പിതാവിന് ആക്സിഡന്റ് ഉണ്ടായി. തനിക്ക് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റാതെ ഞങ്ങൾ റോഡ് സൈഡിൽ പാപ്പന്റെ വീട്ടിലാണ് താമസിച്ചത്. ആ സമയത്ത് അവിടെ ഒരു ചെറിയൊരു സ്ഥലം വാങ്ങി അവിടെ ചെറിയൊരു വീട് ഞങ്ങൾ പണിയാനായിട്ട് ഒന്ന് രണ്ട് സഹോദരന്മാരിൽ നിന്ന് കടം വാങ്ങി അവിടെ ചെറിയൊരു വീട് എത്രയും പെട്ടെന്ന് പണിയേണ്ട ഒരു സാഹചര്യം വന്നു. ആ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് വൈഫിനെയും കുഞ്ഞിനെയും എല്ലാം ഇവിടെ ആക്കി ഞാൻ നാട്ടിൽ പോയി ആ പണിയിൽ സഹായിക്കാൻ വേണ്ടി അവിടെ പോയി. അങ്ങനെ ഞങ്ങളുടെ കാട്ടിലിന്റെ പുഴയിൽ നിന്ന് മണൽ വാരി വീട്ടിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ മണൽ വാരാൻ വേണ്ടി പോയി പുഴയ്ക്ക് അക്കരെ പോയി. പുഴയ്ക്ക് ഇക്കരെ വരാൻ സമയമായപ്പോഴത്തേക്കും പുഴയിൽ വെള്ളം ഒരുപാട് കൂടി. അപ്പം കടക്കാനായിട്ട് വഴിയില്ല. അപ്പൊ എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞു, ദേശം നീന്തൊക്കെ അറിയാവുന്നതുകൊണ്ട് എന്നോട് പറഞ്ഞു, ജോബി നീ ചാടിക്കോ, പിന്നെ ഇങ്ങോട്ട് നീന്തി എത്താമെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ കാൽക്കുലേഷൻ ഒക്കെ തെറ്റിപ്പോയി. പ്രത്യേകിച്ച് അവിടെ വെള്ളം വളരെ കൂടുതലായിരുന്നു, വലിയ കയം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതുപോലെ പറ്റിയില്ല. ഞാൻ ആ ഒരു വെള്ളത്തിൽ മുങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ എന്റെ ശ്വാസം വെള്ളം എല്ലാം കുടിച്ച് വല്ലാത്തൊരവസ്ഥയിലായപ്പോൾ ആ സഹോദരൻ എന്നെ എങ്ങനെയോ വലിച്ച് രക്ഷിക്കുകയാണ് ഉണ്ടായത്. എനിക്ക് അങ്ങനെ ഒരു മരണത്തിന്റെ വക്കിൽ നിന്ന് അന്ന് ദൈവം രക്ഷിച്ചു എന്ന് വളരെ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഒരുപാട് ഭാരങ്ങൾ, ഒരുപാട് വിഷൻ ഈ ഇവിടുത്തെ മിനിസ്ട്രിയോടുള്ള ബന്ധം, ഒരുപാട് കാഴ്ചപ്പാടുകൾ ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ദൈവം ഇന്നും എപ്പോഴും കൂടെ നിൽക്കുന്നു, സഹായിക്കുന്നു. ആ ദൈവത്തിന് എല്ലാ നന്ദിയും കരയറ്റുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, എങ്കിലും ആ സമയത്തിന്റെ പരിമിതി കൊണ്ട് നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് ഫോട്ടോസും ഇവിടുത്തെ ചില കാര്യങ്ങളെല്ലാം കാണിച്ച് അല്പസമയം വചനം പറഞ്ഞ് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാനൊരു സ്ക്രീന് ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഇത് ആസാമിന്റെ ഒരു ലൊക്കേഷനാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾ കുടുംബമാണ്. ഞാനും ഭാര്യയും മോനും മോളും ഞങ്ങൾ കുടുംബമാണിത്. കാണാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇവിടുത്തെ ലക്കിംപൂരിലെ ആദ്യത്തെ അസംബ്ലിയും വിശ്വാസികളുമാണ്. 2005 ഫെബ്രുവരി 27 കർത്താവ് സ്ഥാപിച്ച ഒരു സഭയും അന്നിവിടെ ഉണ്ടായിരുന്ന ദേവദാസന്മാരുമാണ്. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ ആരാധനാ സ്ഥലം. ഒരു വിശ്വാസിയുടെ വീടിന് മുമ്പിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കർത്താവിനെ ആരാധിച്ചത്. അവിടെ ഷീറ്റൊക്കെ ഇട്ട് അവിടെയാണ് ആരാധിച്ചത്. അതിനുശേഷം ദൈവം അവിടുത്തെ മിനിസ്ട്രി അനുഗ്രഹിച്ചു. അനേക വിശ്വാസികളെ ദൈവം തന്നു. ആദ്യത്തെ സഭയ്ക്ക് വേണ്ടി സഭാ ഹാള് പണിതു. അതിനെ ദൈവം സഹായിച്ചു. ഈ സഭാ ഹാളിന്റെ കാര്യത്തോടുള്ള ബന്ധം പറയുമ്പോൾ 2011 വലിയൊരു പ്രതിസന്ധിയിൽ കൂടെ സഭ കടന്നുപോയി. അതിന്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് അവരെ വേലയിൽ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് നമ്മുടെ സ്വന്തം ആത്മീക മക്കൾ നമുക്കെതിരായി തീർന്ന് ഇനി ദൈവദാസം വേണ്ട, നിങ്ങൾ മതി എന്ന് പറഞ്ഞ് സഭയിലെ ചിലരെ തെറ്റിച്ചു. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും എല്ലാവരും ആഭരണം ധരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ധരിച്ചാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞ് തെറ്റിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പറഞ്ഞ് വിശ്വാസികളെ എല്ലാം ചാച്ചന്റെ ആക്സിഡന്റിനോടുള്ള ബന്ധം നാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കും വിശ്വാസികളൊക്കെ മൊത്തമായി നമ്മളെ വിട്ട് ഒരു ബന്ധമില്ലാത്തൊരവസ്ഥയിലായിത്തീർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങള് കുടുംബമായിട്ട് അന്ന് ഉപവസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. വിശ്വാസികളെ തെറ്റിച്ച 2 പേർ അവർ മാനസാന്തരപ്പെട്ട് അവർ തെറ്റേറ്റു പറഞ്ഞ് വിശ്വാസികളെല്ലാം കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതിനുശേഷം അവർ കൺവിൻസ്ഡ് ആയില്ല. പിന്നെ ഞങ്ങള് പ്രാർത്ഥിച്ചു. അതിൽ 8 കുടുംബങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കുടുംബങ്ങളും സത്യം മനസ്സിലാക്കി തിരിച്ചു വന്നു. അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ സഭാ ഹാൾ പണിത് സഭാ ഹാളിന്റെ ഡെഡിക്കേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആ ഡെഡിക്കേഷന്റെ അന്ന് തലേ ദിവസം രാത്രിയാണ് അറിയുന്നത്, നമ്മുടെ സഭ വിട്ടുപോയ നമുക്കെതിരായി നിന്ന നമ്മൾ അവിടെ ഇൻവൈറ്റ് ചെയ്ത് ഏകദേശം 400 ആൾക്കാരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അതിനുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു, വളരെ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ അന്ന് രാത്രിയിലാണ് അറിയുന്നത്, ഇവർ എല്ലാ ഭവനങ്ങളിലും പോയി പറയുകയാണ്, ആരും ആ പ്രോഗ്രാമിൽ പോകരുത്, അതിനെ തകർക്കണം, അവിടെ പ്രോഗ്രാം നടക്കരുത് എന്നുള്ള എല്ലാ നിലയിലും അവര് ഭീഷണിപ്പെടുത്തുകയുണ്ടായി.
അന്ന് രാത്രി ഞങ്ങൾ ആകപ്പാട് തകർന്ന് ദൈവസന്നിധി വീണ ഒരു സമയമായിരുന്നു അന്നത്തെ രാത്രി. മാത്രമല്ല, അന്ന് ഈ ഒരു ഡെഡിക്കേഷൻ സെറമണി കഴിയുന്ന അന്ന് ഏകദേശം 30,000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. ഒരു പൈസ പോലും കയ്യിലില്ലാതെയാണ് അത്രയും വലിയൊരു കാര്യങ്ങളെ ഞങ്ങൾ ചെയ്യാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നാൽ അന്ന് ഞാൻ വളരെ നന്ദിയോടെ പറയാനായിട്ട് അവിടെ ദൈവത്തിന്റെ കരങ്ങളെ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അന്ന് നമ്മൾ വിളിച്ച എല്ലാവരും ആ പ്രോഗ്രാമിന് വന്നു പങ്കെടുത്തു. അവിടെ ഉണ്ടായിരുന്ന ഒരു അവിശ്വാസി ഒരു മനുഷ്യൻ അവിടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ജോബി ജോൺ മുഖാന്തരം ഇവിടെ ദൈവം നടത്താൻ ആഗ്രഹിക്കുന്ന മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിച്ചു എന്ന് താൻ അവിടെ സാക്ഷ്യം പറയാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കൂടെ ദൈവം കടത്തിവിട്ടു. അതിനുശേഷം ആ സഭയെ ദൈവം സഹായിച്ചു, ആദരിച്ചു. ഇന്ന് വളരെ അനുഗ്രഹമായ നിലയിൽ പല മിനിസ്ട്രികൾ ഈ സഭയിലൂടെ നടത്താനായിട്ട് ദൈവം ഇടയാക്കി എന്ന് നന്ദിയോടെ ഓർക്കുകയാണ്. ഇതാണ് ആദ്യത്തെ അസംബ്ലി ഹാള് ദൈവം തന്നു. ഇതാണ് എൻ്റെ 3 ആത്മീക മക്കളാണ്. അവര് 3 പേരും കർത്താവിന്റെ വേലയിലുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട വേല അവരിലൂടെ നടക്കുന്നു. അവർ മുഖാന്തരം സഭകൾ സ്ഥാപിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഒരു ദർശനം എന്ന് പറയുന്നത്, എൻ്റെ ആത്മീയ പിതാവിനെ പോലെ അനേക സഭകൾ ഉണ്ടാകണം, മാത്രമല്ല അനേക ലോക്കലായ ദൈവദാസന്മാർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വരണം. എനിക്ക് ലഭിച്ച ഈ ഒരു ദർശനം അത് എൻ്റെ കയ്യിൽ മാത്രം വെക്കുവാനായിട്ടല്ല. അതിന് നമ്മുടെ 2 തിമോത്തി അതിൽ 2-ാം അധ്യായത്തിന് 2-ാം വാക്യം പറയുന്നത് പോലെ എനിക്ക് ലഭിച്ചതെല്ലാം അതിന് വിശ്വസ്തരായ ആൾക്കാരെ മറ്റുള്ളവരെ ഉപദേശിപ്പാൻ തക്കവണ്ണം മറ്റുള്ളവരെ ഭാരമേൽപ്പിക്കുക എന്നുള്ള വലിയ ഭാരം മനസ്സിലുണ്ട്. ഇവിടെയുള്ള എല്ലാ ജാതികളുടെയും മധ്യത്തിൽ ഒരു സഭയുണ്ടാകണമെന്നും അവരുടെ സഭയിൽ ആ ഒരു സമൂഹത്തിൽ നിന്ന് ഒരു വ്യക്തി കർത്താവിന്റെ വേലയ്ക്ക് വേർതിരിയണമെന്നുമാണ് അടിയന്റെ ആഗ്രഹവും ഞങ്ങളുടെ കുടുംബത്തിന്റെ ആഗ്രഹവും പ്രാർത്ഥനയും. അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളുക. ഇതാണ് സഹോദരന്മാർ ടീച്ചർ കുൽദീപ്, വിജയ് ഹരെ, ജാക്സൺ സോന. അവർ യുവാക്കന്മാർ. അവർ വളരെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അവരെ കർത്താവിന്റെ വേലയെ വളർത്തി കർത്താവ് അവരെ വേലയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുകയാണ്. ഇത് 2-ാമത്തെ സഭയാണ്. അവിടെ കർത്താവ് സഭയെ സ്ഥാപിച്ചു. ഇത് 3-ാമത്തെ ഹർമത്തി ബ്രദർ അസംബ്ലിയാണ്. അങ്ങനെ പല സഭകൾ ഇവിടെ സ്ഥാപിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കി. കുഞ്ഞുങ്ങളുടെ ഇടയിൽ മിനിസ്ട്രി നടക്കുന്നുണ്ട്. ഏകദേശം 120ഓളം കുഞ്ഞുങ്ങൾ റെഗുലറായിട്ട് ചിൽഡ്രൻസ് ക്ലബിൽ എല്ലാ മാസവും ഒന്നിച്ചു കൂടുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ പിന്നെ ചെയ്യുന്നത് സുവിശേഷം ഡ്രഗ് അവയർനെസ് പ്രോഗ്രാമിലൂടെ വില്ലേജുകളിൽ പോയി സുവിശേഷം അറിയിക്കുന്ന മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. അങ്ങനെ മിനിസ്ട്രികളെ കർത്താവ് ചെയ്യാനായിട്ട് കൃപ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നു. അങ്ങനെ ദൈവം ഓരോ നിലയിൽ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെയുള്ള സ്ട്രീറ്റിലുള്ള ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു മിനിസ്ട്രി ഞങ്ങൾ ചെയ്തു വന്നു. ഇന്നും കഴിയുന്ന നിലയിൽ അവർക്ക് ഫുഡ് ഉണ്ടാക്കി വലിയ ടൗണുകളിൽ സ്ട്രീറ്റിൽ താമസിക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ഫുഡ് കൊടുക്കുവാനായിട്ട് ദൈവം കൃപ തന്നു. ഇന്നും ദൈവം സഹായിക്കുന്നത് പോലെ അങ്ങനെയുള്ള മിനിസ്ട്രികളെ ചെയ്യാനായിട്ട് ദൈവം കൃപ തന്നുകൊണ്ട് ഇരിക്കുകയാണ്. പ്രത്യേകം നിങ്ങൾ ഇവിടെയുള്ള ലക്കിംപൂർ മിഷൻ സെന്റർ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വരവ് വരെ ഞങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവജനത്തിന് പ്രയോജനപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ മിനിസ്ട്രികളെ ചെയ്തു വരുന്നത്. അതിന്റെ ആദ്യത്തെ ഫേസ് വർക്ക് കഴിഞ്ഞു. അതിന്റെ ഫോട്ടോസാണ്. മോളത്തെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളും പ്രാർത്ഥനയിൽ ഓർക്കണം. പ്രത്യേകിച്ച് ഇവിടെ ഉള്ള ഒരുപാട് പാവങ്ങളായ കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ മാർച്ച് 31-ാം തീയതി ആ ഒരു കാര്യങ്ങൾ ചെയ്ത് 1-ാം തീയതി മുതൽ കുഞ്ഞുങ്ങൾ ഇവിടെയുള്ള സ്കൂളിൽ പോയി പഠിക്കുന്ന നിലയിലാണ് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം അനുവദിച്ചാൽ കടന്നു വരിക. പ്രാർത്ഥനയിൽ ഞങ്ങളെ എൻകറേജ് ചെയ്യുക. ഇതാണ് പറയാനായിട്ടുള്ളത്. ദൈവം ഞങ്ങളെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇത്രത്തോളം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാ ദൈവമക്കൾക്കും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എനിക്ക് ലഭിച്ച സമയത്തിനുള്ള എൻ്റെ അഭിപ്രായത്തിന് 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ ചെറിയൊരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് പുറപ്പാട് പുസ്തകം അതിന്റെ 13-ാം അധ്യായത്തിൽ നിന്ന് 2 വാക്യവും 14-ാം അധ്യായത്തിൽ നിന്ന് 1-2 വാക്യവും വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഞാൻ പ്രാരംഭമായിട്ടൊന്ന് വായിച്ചോട്ടെ. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫിലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുതപിച്ച് മിസ്രയീമിലേക്ക് മടങ്ങി പോകുമെന്ന് വെച്ച്
ദൈവം അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല. ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തിൽ നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. അതിന്റെ 14 അധ്യായത്തിന്റെ 2 വാക്യം കൂടെ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോദിലും കടലിനും മധ്യേ ബാൽ സെഫോന് സമീപത്തുള്ള പിഹ ഹിരോത്തിനരികെ പാളയം ഇറങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറയുക. അതിന്റെ സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ പാളയം ഇറങ്ങണം. 3 വാക്യം: എന്നാൽ അവർ ദേശത്ത് ഉഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുവാൻ മക്കളെ കുറിച്ച് പറയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. ഇതിൽ നിന്ന് 2-3 ചിന്തകളെ ദൈവനാമത്തിനായിട്ട് ആ പോയിന്റുകളെ മാത്രം ഞാൻ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അതിന്റെ 17 വാക്യത്തിൽ ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. 18 വാക്യത്തിൽ ദൈവം ജനത്തെ ചുറ്റി നടത്തി. 14 അധ്യായത്തിന്റെ 2 വാക്യത്തിന്റെ അവസാന ഭാഗം, അതിന്റെ സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ പാളയം ഇറങ്ങണം. നമുക്കറിയാം, മിസ്രൈമിൽ നിന്ന് ദൈവജനത്തെ കാനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് ഫെലിസ്തീനരുടെ ദേശത്തു കൂടെ യാത്ര ചെയ്താൽ വളരെ പെട്ടെന്ന് ആ പ്രദേശത്ത് എത്തിച്ചേരാം എന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് വരണമെങ്കിൽ നേരെ ഇങ്ങ് പോന്നാൽ മതി. എന്നാൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ പോയി നോർത്ത് ഈസ്റ്റിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ ചുറ്റിയുള്ളൊരു യാത്രയാണ്. അതുപോലെ തന്നെ ആണ് ദൈവം ഫിലിസ്തീനരുടെ ദേശത്തിലൂടെ ഇസ്രായേൽ മക്കളെ കാനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകാതെ അവരെ മറ്റൊരു മാർഗത്തിലൂടെ മരുഭൂമിയിൽ കൂടെ കാനാൻ ദേശത്തിലേക്ക് പുറപ്പെടുവിച്ച് കൊണ്ടുവന്നു എന്ന് നമുക്ക് അറിയാം. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അവര് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യുദ്ധസന്നദ്ധരായിട്ടാണ് അവർ പോകുന്നത്. അവർക്ക് യുദ്ധം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്കുണ്ട്. എങ്കിലും ദൈവം അവരെക്കുറിച്ച് എത്രത്തോളം കരുതുന്നു എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, അവർ അതിലേക്ക് പോകുമ്പോൾ ഫിലിസ്തീൻ ദേശത്ത് യുദ്ധമുണ്ടാകുമ്പോൾ ഇവർ അനുദപിക്കും. ഇവർക്ക് പേടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർക്ക് ഇതിലും നല്ലത് മിസ്രൈമായിരുന്നു എന്നുള്ള ചിന്തകൾ വന്ന് അവർ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ ദൈവം അവരെ അതിലേക്ക് കൊണ്ടുപോകാതെ വളരെ ദൂരത്തിൽ മരുഭൂമിയിൽ കൂടെ ചുറ്റി നടത്തി കൊണ്ടുപോകുന്ന ഒരവസ്ഥ അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല, പെട്ടെന്ന് ചെല്ലാൻ എളുപ്പം നടക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ അത് അവരെ സംബന്ധിച്ച്, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവരത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത്ര എളുപ്പത്തിൽ നടക്കാവുന്ന ആ കാര്യമാണല്ലോ എന്ന് ഓർത്ത് ദൈവത്തിന് അന്ന് പഴിചാരാനായിട്ട് ഇടയുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ മുമ്പോട്ട് കണ്ട ദൈവം അതിലെ അനുവദിക്കാതെ അവരെ ഒരുപാട് ചുറ്റി നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അവരെ അതിലെ ദൈവം കൊണ്ടുപോയില്ല, അത് ദൈവമാണ് ചെയ്തത്. അവരെ ചുറ്റി നടത്തിയ ദൈവമാണ്. പിന്നെ 3-ാമത്തെ കാര്യം, അതിന്റെ 14 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ നമ്മൾ കണ്ടത്, അവരെ സമുദ്രത്തിന്റെ അരികെ പാളയം ഇറങ്ങാനായിട്ട് പറയുകയാണ്. അവർ നോക്കുമ്പോൾ അല്പദൂരം നടക്കേണ്ട സ്ഥലത്തെ അനേക നാളുകൾ ഞങ്ങളെ സഞ്ചരിപ്പിക്കുന്നു, ചുറ്റി നടത്തുന്നു. മാത്രമല്ല, ഇപ്പോൾ മുമ്പിൽ സമുദ്രമാണ്, മുമ്പോട്ടൊരു വഴിയില്ല. പുറകെ ഫറവോന് അവർ വന്ന് ആക്രമിക്കാനായിട്ട് കടന്നു വരുന്നു. ഒരു സൈഡിൽ മരുഭൂമി, എല്ലാ ആശയം നഷ്ടപ്പെട്ട ഒരവസ്ഥ, എല്ലാ വാതിലുകളും അടഞ്ഞൊരു അവസ്ഥ. ഇനി മുമ്പോട്ട് എന്ത് എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം. മാത്രമല്ല, പുറകെ നിൽക്കുന്ന ആൾക്കാർ, മറ്റുള്ളവർ പറയുന്നത്, ഇവൻ ചുറ്റി നടക്കുകയാണ്, അവൻ കുടുങ്ങിപ്പോയി, കലങ്ങിപ്പോയി, ഉഴലുകയാണ്, തകർന്നു, ഇല്ലാതായി എന്ന് മറ്റുള്ളവർ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. വല്ലാത്തൊരു അവസ്ഥയെ കൂടെ കടന്നു പോകുന്ന ഒരു ഇസ്രായേൽ ജനത്തെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇതിന്റെയൊക്കെ മധ്യത്തിൽ ദൈവത്തിന്റെ കരുതൽ എത്രത്തോളമായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, ആ കർത്താവ് എപ്പോഴും അവരോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവ സാന്നിധ്യം മേഘമായിട്ടും വെളിച്ചമായിട്ടും എല്ലാം അഗ്നിസ്തംഭമായിട്ടൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല, 14-ാം അധ്യായത്തിന്റെ 22 വാക്യമാകുമ്പോഴത്തേക്കും നമ്മൾ ദൈവം അവർക്ക് വേണ്ടി കരുതി വെച്ച അത്ഭുതത്തെ അവിടെ കാണുന്നു. സമുദ്രം ഭാഗിക്കപ്പെട്ട് അവർ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നു പോകുന്ന അവസ്ഥയൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ കാണുന്നു. എന്നാൽ ഞാൻ ഈ ഒരു സമയം
എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനത്തോട് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വന്നു ചേർന്നിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ നടക്കണമെന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും ദൈവം അതിനെ താമസിപ്പിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ചുറ്റി നടക്കേണ്ട അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ട്. പലപ്പോഴും സമുദ്രത്തിന് മുമ്പേ ഇനി എന്ത് എന്നറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ആകുന്നുണ്ട്. നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എങ്കിലും, യുദ്ധസന്നദ്ധരാണ് നമ്മൾ എങ്കിലും, നമുക്ക് കഴിവുകളുണ്ട് എങ്കിലും, നമുക്ക് ആൾക്കാരുണ്ട് എങ്കിലും, ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ എല്ലാം അടഞ്ഞ ഒരു അവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുമ്പോഴും ഒരു കാര്യം നമുക്ക് മനസ്സിലേക്ക് നമുക്ക് ചിന്തിച്ച് ആഴത്തിൽ ഉറപ്പിക്കാം. ദൈവം അനുവദിക്കാതെ, ദൈവം സമ്മതിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ആ ദൈവം നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ കുറവുകളെ മനസ്സിലാക്കാൻ ദൈവമാണ്. ഇസ്രായേൽ മക്കളുടെ കുറവുകൾ, അവരുടെ അസ്ഥിരത, അവരുടെ വിശ്വാസം എല്ലാം മനസ്സിലാക്കിയ ദൈവം നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുന്ന ദൈവമാണ്. നമ്മുടെ ശക്തിയെ, നമ്മുടെ എല്ലാം അറിയുന്ന ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കട്ടെ. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോവാം, നമ്മുടെ ഇനി എന്ത് ചെയ്യും കർത്താവേ, ഇനി മുമ്പോട്ട് എന്ത് ചെയ്യും എന്നുള്ള ചിന്ത നമ്മുടെ മുമ്പിൽ വന്നേക്കാം. മുമ്പിൽ സമുദ്രമാണല്ലോ, പുറകിൽ മരുഭൂമിയാണല്ലോ, ശത്രുക്കളാണല്ലോ, തകർന്നു പോവുകയാണോ കർത്താവ് എന്നൊക്കെയുള്ള അവസരം വന്നേക്കാം. എന്നാൽ ഭയപ്പെടേണ്ട. ആൾക്കാർ എന്ത് വേണേലും പറഞ്ഞോട്ടെ, നമ്മൾ തകർന്നു പോയി എന്ന് പറഞ്ഞോട്ടെ, നമ്മൾ ഉഴലുകയാണ് എന്ന് പറഞ്ഞോട്ടെ, തീരാൻ പോവുകയാണെന്ന് പറഞ്ഞോട്ടെ, ഒന്നും കുഴപ്പമില്ല. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം നമ്മളെ കരുതുന്ന ദൈവമാണ്. ആ ദൈവം വഴികളെ തുറക്കുന്ന ദൈവമാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം മുമ്പോട്ട് നടക്കുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്ക് അവസരം തന്ന ദൈവത്തിനും ദൈവജനത്തിനും, പ്രത്യേകിച്ച് സന്തോഷ് ബ്രദറിനും മാമനങ്കിളിനും പ്രിയപ്പെട്ടവർക്കെല്ലാം ഉള്ള നന്ദി അറിയിക്കുന്നു. ഈ മീറ്റിംഗ് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. നിങ്ങൾക്ക് ഇന്ന് വേണ്ട കൃപയെ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെയും കുടുംബങ്ങളെയും പ്രാർത്ഥനയിൽ എന്നും വഹിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ തന്ന അവസരത്തിൽ നിന്ന് ഞാൻ വിരമിച്ചു കൊള്ളുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ശനിയാഴ്ച വൈകുന്നേര സമയം നമുക്ക് കാൽവരിനാഥം മിനിസ്ട്രി ഒരുക്കിയ പാടി സ്തുതിക്കാമെന്ന ഈ പ്രോഗ്രാമിൽ കടന്നു വന്ന് ഇതിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ഇടവരുത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ പോയ സമയം നമ്മൾ ഓർക്കുമ്പോൾ എത്രയോ അനുഗ്രഹപ്പെട്ട ഒരു സമയമായിരുന്നു. പ്രത്യേകിച്ച് കർത്തൃദാസൻ ജോബി ജോൺ ആസാം, ആ പ്രിയ സഹോദരനിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് ഇന്ന് നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിയത്. എത്രയോ പ്രതികൂല സാഹചര്യങ്ങൾ കൂടിയാണ് പ്രിയ സഹോദരൻ കടന്നുപോയത്. മാത്രമല്ല, ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് പോകാനുള്ള ആ ദൈവിക വിളി കേൾക്കുവാൻ തക്കവണ്ണം അത് ദൈവപ്രകാരമായിരുന്നു എന്നുള്ള കാര്യം തന്റെ ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ദൈവം കാണിച്ച് ആസാമിലേക്ക് ചെന്ന് അനേക സ്ഥലം സഭകളെ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി നോർത്ത് ദൈവത്തെ ഞങ്ങളും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇത് കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ തീർച്ചയായിട്ടും ഒരു ആ വേലയോർത്ത് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു കാണും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കും ആ സ്ഥലത്ത് ചെന്ന് പ്രവർത്തിക്കാൻ സാധിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ആ വേലയെ സഹായിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് പലർക്കും വന്നു കാണും. എന്ന് പറഞ്ഞാൽ അതുപോലുള്ള സാഹചര്യങ്ങളിൽ കൂടിയാണ് പ്രിയ ദേവദാസൻ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് പറയുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളെല്ലാം ശരിക്കും മനസ്സിലാക്കുന്നത്. ഏതായാലും ദൈവത്തിന്റെ വിളി അനുസരിച്ച് പ്രിയ കർത്തൃദാസൻ അവിടെ ചെന്നുകൊണ്ട് യാതൊരു നഷ്ടവും സംഭവിച്ചില്ല. അനേക ആത്മാക്കളെ നേടുവാൻ തക്കണം പ്രിയ കർത്തൃദാസനെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അതിനുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പല കാര്യങ്ങൾ കേട്ടു, പല ആവശ്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ദൈവം തക്ക നേരത്ത് പ്രിയ സഹോദരന് തന്ന് നടത്തുന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. നാമും ആ പ്രദേശങ്ങളെ ഓർത്തും പ്രിയ സഹോദരനെയും വൈഫിനെയും 2 മക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ആവശ്യങ്ങളെല്ലാം തക്ക നേരത്ത് ദൈവം നടത്തി തരുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തട്ടെ എന്ന് നമുക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. തുടർന്നും പ്രിയ സഹോദരനെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നതായിരിക്കും. വിലപ്പെട്ട സമയം പ്രിയ കർത്തൃദാസൻ ഇവിടെ കടന്നു വന്ന് ഞങ്ങളോട് വചനത്തിന് സംസാരിക്കുവാനും സാക്ഷ്യം പറയുവാനും ദൈവം അവസരം തന്നല്ലോ എന്നോർത്ത് കാൽവരിനാഥ മിനിസ്ട്രിയുടെ നാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. മാത്രമല്ല, പല രാജ്യങ്ങളിൽ നിന്നും കർത്താവിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം, ഈ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം അനേക പ്രിയപ്പെട്ടവർ ഇന്നും വളരെ സന്തോഷത്തോടെ ഇന്ന് കടന്നു വന്ന കാര്യങ്ങൾ നന്ദിയോടുകൂടി ഞങ്ങൾ ഓർക്കുകയാണ്. ഈ മിനിസ്ട്രിയുടെ വിജയം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ സ്നേഹം മാത്രമാണ്
മിനിസ്റ്റർ ഇത്രത്തോളം അനുഗ്രഹമായിട്ട് തീരുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ആദ്യമായിട്ട് 2 പാട്ടുകൾ പാടി നമ്മളെ സഹായിച്ച ജെയിംസ് കൊടുന്തറ സഹോദരനോട് നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. എപ്പോൾ വിളിച്ചാലും സന്തോഷത്തോടെ കടന്നു വന്ന് പാട്ടുകൾ പാടി നമ്മളെ സഹായിക്കുന്ന സഹോദരനെയും കുടുംബത്തെയും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. അതിനായിട്ട് നമ്മുടെ തലകളെ നമുക്ക് ഉണരാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല നേരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു ശനിയാഴ്ചയും കർത്താവെ ഞങ്ങൾക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവെ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുവാൻ ഇതൊരു അവസരം തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അനേക വർഷങ്ങളായിട്ട് കർത്താവെ ഈ കാലഗുരുനാഥൻ മിനിസ്ട്രിയെ കർത്താവെ ദൈവം അനുഗ്രഹിക്കുന്നു. ഇതിന്റെ പുറയിൽ അധ്വാനിക്കുന്ന കർത്താവെ സന്തോഷ് മാത്യു സഹോദരനെയും കുടുംബത്തെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂടെ ഇരുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്നും പല രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും അനേക പ്രിയപ്പെട്ടവർ കർത്താവെ തങ്ങളുടെ വിലയേറിയ സമയം മാറ്റിവെച്ച് ഈ മിനിസ്ട്രിയിൽ സംബന്ധിക്കുവാൻ വേണ്ടി കൊണ്ടുവരുവാൻ തോന്നുന്ന കൊടുത്ത മനസ്സിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും സഹകരണവും ഈ മിനിസ്ട്രി ഇത്രത്തോളം അനുഗ്രഹമായിട്ട് നടക്കുവാൻ തക്കവണ്ണം അനേക സുവിശേഷന്മാരെ മറ്റുള്ളവർക്ക് വേണ്ടി പരിചയപ്പെടുത്തുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം കർത്താവെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോൺ സഹോദരനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ദാസനും ആസാമിന്റെ പ്രദേശത്ത് കർത്താവെ ചെയ്തു വരുന്ന വേലയും കർത്താവെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനത്തെ കുറിച്ചും ഞങ്ങൾ കേൾക്കുവാൻ ദൈവം ഇടവരുത്തിനായിട്ട് എന്നോട് സ്തോത്രം. വളരെയധികം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായെങ്കിലും കർത്താവ് തക്ക നേരത്തെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ സഭയുടെ ആവശ്യങ്ങൾ നടക്കുവാൻ തക്കവണ്ണം ഇടവരുത്തിനായിട്ട് എന്നോട് സ്തോത്രം. ചെയ്യുന്ന എല്ലാ വേലകളിലും ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമെങ്കിൽ അടുത്ത ആഴ്ചയും ഇതുപോലെ ഞങ്ങൾ കൂടുവാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൽക്കാലം ഞങ്ങൾ പിരിയുന്നെങ്കിലും പിരിയാത്തൊരു നല്ല ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതിനായിട്ട് അങ്ങയുടെ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കിയാൽ അങ്ങയുടെ സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ, ആമേൻ.